താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതി ഏതെന്നാണ് ചോദ്യം. ഒരു അഗ്നിശമനി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതിയാണ് ചോദ്യം. ഒന്ന് കമന്റ് ചെയ്തേ. ഒരു അഗ്നിശമനി പ്രവർത്തിപ്പിക്കാനുള്ള ശരിയായ രീതി എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? പാസ് എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആ പാസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാവോ? പാസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാവോ? എന്താണ് ഈ പാസിന്റെ പൂർണ്ണരൂപം? പാസിന്റെ പൂർണ്ണരൂപം എന്താണ് കുട്ടികളെ? പി എന്ന് വെച്ചാൽ എന്താണ്? പി എന്ന് വെച്ചാൽ പുൾ ഔട്ട് ദ സേഫ്റ്റി പിൻ എന്നാണ് അല്ലേ? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സേഫ്റ്റി പിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൾ ഔട്ട്, പുള്ള് എയിം സ്ക്യൂസ് സ്വീപ്പ് എന്നാണ്. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുൾ ഔട്ട് ദ സേഫ്റ്റി പിൻ. കേട്ടോ, പുൾ ഔട്ട് ദ സേഫ്റ്റി പിൻ. പി എന്ന് വെച്ചാൽ പുള്ളാണ്, കറക്റ്റ് ആണ്. അതിന്റെ പൂർണ്ണരൂപം പുൾ ഔട്ട് ദ സേഫ്റ്റി പിൻ. നമ്മൾ ആദ്യം സേഫ്റ്റി പിൻ റിമൂവ് ചെയ്യണം. അടുത്ത് എ എന്ന് പറഞ്ഞാൽ നമ്മൾ എയിം ചെയ്യണം അല്ലേ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? എയിം ചെയ്യണം. ഓക്കെ അല്ലേ? അതായത് നമ്മൾ ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ഷന്റെ അല്ലെങ്കിൽ അഗ്നിശമനിയുടെ ആ നോസ് നമ്മൾ തീയിലേക്ക് എയിം ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 2 എസ്സുകളാണ്. ഒന്ന് സ്ക്യൂസ് ആണ് കേട്ടോ, സ്ക്യൂസ്. എന്ത് സ്ക്യൂസ് ചെയ്യണം? ലിവറിൽ നമ്മൾ അമർത്തി പിടിക്കണം. എന്താണ്? ലിവറിൽ അമർത്തി പിടിക്കണം. ഓക്കെ, അതാണ് സ്ക്യൂസ് എന്ന് പറയുന്നത്. ലിവറിൽ അമർത്തി പിടിക്കുക. അതിനുശേഷം നമ്മൾ സ്വീപ്പ് ചെയ്യുക. സ്വീപ്പ് ചെയ്യുക മീൻസ് എന്താണ്? ഇങ്ങനെ വശങ്ങളിലേക്ക് ഈ നോസിൽ എന്ത് ചെയ്യുക? നോസിൽ ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കുക. അതാണ് പാസിന്റെ പൂർണ്ണരൂപം. പി എന്ന് വെച്ചാൽ പുള്ള്, എ എന്ന് വെച്ചാൽ എയിം, എസ് എന്ന് വെച്ചാൽ സ്ക്യൂസ്, ലാസ്റ്റത്തെ എസ് എന്ന് വെച്ചാൽ സ്വീപ്പ്. പിന്നെ ഇതിന്റെ ഓർഡർ ചോദിക്കും കേട്ടോ. ഈ 2 എസ് മാറിപ്പോകരുത്. ആദ്യം സ്ക്യൂസ് അതായത് അമർത്തി പിടിക്കുക. ലാസ്റ്റ് എസ് എന്ന് പറഞ്ഞാൽ സ്വീപ്പ് എന്ന് വെച്ചാൽ 2 വശങ്ങളിലേക്ക് നമ്മളിങ്ങനെ തൂക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ പുറപ്പെടുവിക്കുക. ഓക്കെ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണത്. അടുത്ത, ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഗാർഹിക ആവശ്യങ്ങൾക്ക് മറ്റും ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതെന്നാണ് ചോദ്യം. ഏതാണ് കുട്ടികൾ? അത് ഈഥൈൽ മെർക്യാപ്റ്റൻ ആണല്ലേ? ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസ് ലീക്ക് ആവുന്ന സമയത്ത് നമുക്കൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ഇത് ഒട്ടുമിക്ക എല്ലാ പരീക്ഷയ്ക്കും PSC ചോദിക്കുന്ന, ഫയർമാൻ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്ന എന്തെന്നാണ് ചോദ്യം? ഡ്രൈ ഐസ് എന്തെന്നാണ് ചോദ്യം? ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പഠിച്ചോണം. ഡ്രൈ ഐസ്, ഇതും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഡ്രൈ ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് പറയുന്നത് ഡ്രൈ ഐസ് അല്ലെ? ഡ്രൈ ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. അടുത്ത, ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധ എന്നാണ് ചോദ്യം. ഓക്കെ, ക്ലാസ് എ ഫയർ എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? ക്ലാസ് എ ഫയർ എന്ന് വെച്ചാൽ എന്താണ്? ക്ലാസ് എ ഫയർ എന്താണ്? ക്ലാസ് എ ഫയർ എന്ന് വെച്ചാൽ എന്തിലുണ്ടാവുന്നതാണ്? ക്ലാസ് എ എന്ന് പറഞ്ഞാൽ കരവസ്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മരം, അതുപോലെ തന്നെ പേപ്പർ, അതുപോലെ പേപ്പർ, അതുപോലെ തുണിത്തരങ്ങൾ, മരം, പേപ്പർ, തുണിത്തരങ്ങൾ, അതുപോലെ കൽക്കരി, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, ഇതിലൊക്കെ ഉണ്ടാവുന്ന തീയാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ ക്ലാസ് എ ഫയർ എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസ് എ ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളിൽ ഉണ്ടാകുന്നതാണ് ക്ലാസ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ക്ലാസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തുന്ന ദ്രാവകങ്ങളിലാണ് ഉണ്ടാവുന്ന ഫയറാണ് ക്ലാസ് ബി എന്ന് പറയുന്നത്. കത്തുന്ന ദ്രാവകങ്ങൾ ഉണ്ടാവുന്ന ഫയറാണ് അല്ലേ? ഓക്കെ, അതായത് നമ്മുടെ പെട്രോൾ വരും, അതുപോലെ തന്നെ ഡീസൽ വരും, അതുപോലെ തന്നെ നമ്മുടെ എണ്ണകൾ, അതുപോലെ തന്നെ പെയിന്റ്, മണ്ണെണ്ണ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്ന തീപിടുത്തമാണ് എന്ന് പറയുന്ന കുട്ടികളെ ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ് സി എന്ന് വെച്ചാൽ എന്താണ്? ക്ലാസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തുന്ന വാതകങ്ങൾ അല്ലേ? ക്ലാസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തുന്ന വാതകങ്ങളാണ്.
ക്ലാസ് സി എന്ന് വെച്ചാൽ കത്തുന്ന വാതകങ്ങളാണ്, വാതകങ്ങളിൽ ഉണ്ടാവുന്ന തീപിടുത്തമാണ് ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മീഥൈൻ, 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 അതുപോലെ പ്രൊപ്പൈൻ, അതുപോലെ പ്രൊപ്പൈൻ, 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 മീഥൈൻ, പ്രൊപ്പൈൻ, അതുപോലെ നമ്മുടെ നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയ കത്തുന്ന വാതകങ്ങൾ ഉണ്ടാവുന്ന തീപിടുത്തമാണ് ക്ലാസ് സി ഫയർ. ഇത് ഓർക്കാൻ എളുപ്പമാണ്. നമ്മൾ ഈ പദാർത്ഥത്തിന്റെ അവസ്ഥകൾ പഠിക്കുമ്പോൾ നമ്മൾ ഏത് ഓർഡറിലാണ് പഠിക്കുന്നത്? പദാർത്ഥത്തിന്റെ അവസ്ഥകൾ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ഖരം, ദ്രാവകം, വാതകം അങ്ങനെയല്ലേ പഠിക്കുന്നത്? ഖരം, ദ്രാവകം, വാതകം, ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്, പദാർത്ഥത്തിന്റെ അവസ്ഥകൾ പഠിക്കുന്നത്. അപ്പം ക്ലാസ് എ ഫോർ ഖരം, രണ്ടാമത്തത് ബി ഫോർ ദ്രാവകം, സി എന്ന് വെച്ചാൽ വാതകം, ഖരം, ദ്രാവകം, വാതകം, എ ബി സി, അത് ഈസിയാണ്. അടുത്ത ഡി എന്ന് പറഞ്ഞാൽ ഏതാ കൂട്ടില്ല? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തുന്ന ലോഹങ്ങൾ അല്ലേ, കത്തുന്ന ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ കത്തുന്ന ലോഹങ്ങളിൽ പ്രധാനപ്പെട്ട ലോഹങ്ങൾ ഏതൊക്കെയാ? കത്തുന്ന ലോഹങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാ? ഏതൊക്കെ ലോഹങ്ങളാണ് പ്രധാനമായിട്ടും കത്തുന്നത് കുട്ടികളെ? നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അതുപോലെ തന്നെ അലുമിനിയം, അതുപോലെ ലിഥിയം, അങ്ങനെയുള്ള എല്ലാത്തിലും എന്ത് കുട്ടികളെ തീപിടുത്തം ഉണ്ടാകാറുണ്ട്. അപ്പൊ കത്തുന്ന ലോഹങ്ങളിൽ ഉണ്ടാവുന്ന തീപിടുത്തമാണ് എന്ന് പറയുന്നത് ക്ലാസ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഇനി ഇ ഉണ്ട്. ഇ എന്താ കുട്ടികളെ? ഇ എന്താണ്? ക്ലാസ് ഇ എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയാവോ? ഈ എന്ന് വെച്ചാൽ എളുപ്പമാണ്. ഈ ഫോർ ഇലക്ട്രോണിക് വസ്തുക്കൾ അല്ലേ, ഇലക്ട്രോണിക് വസ്തുക്കൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽസ്, വൈദ്യുത അഗ്നിപാത അല്ലെ, വൈദ്യുത അഗ്നിപാതകളാണ്. വൈദ്യുത അഗ്നിപാതയാണ് ഏതോ ഈയിൽ പറയുന്നത്. കമ്പ്യൂട്ടറുകളോ, സ്റ്റീരിയോകളോ, ഫ്യൂസ് വയറോ, അല്ലെങ്കിൽ ഫ്യൂസ് ബോക്സുകളോ, ബാറ്ററികളോ, അതൊക്കെ കത്തുന്നതിനെയാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി ഒന്നും കൂടെ ഉണ്ട്. എഫ് എന്താ കുട്ടികളെ? ക്ലാസ് എഫ് എന്താണ്? ക്ലാസ് എഫ് കമന്റ് ചെയ്തേ. ക്ലാസ് എഫ് അല്ലെങ്കിൽ കമന്റ് ചെയ്തേ. ക്ലാസ് എഫ് എന്താ? വാട്ട് ഈസ് ക്ലാസ് എഫ്? ഈ ഫോർ ഇലക്ട്രോണിക്സ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന തീയാണല്ലേ. അടുക്കള വെച്ചാൽ ഫാമിലിക്ക് വേണ്ടിയില്ലേ നമ്മൾ അടുക്കളയിൽ കയറുന്നത്? ആ ഫാമിലിയുടെ അടുക്കള. എഫ് ഫോർ ഫാമിലി ഫോർ കിച്ചൺ, അടുക്കളയിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ. അതായത് ഈ നമ്മുടെ പാചക എണ്ണ അല്ലെങ്കിൽ ഗ്രീസ്, അതുപോലെ കൊഴുപ്പ്, അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് എഫിൽ പറയുന്നത്. അപ്പൊ ഇത് പഠിക്കുക എളുപ്പമാണ് കുട്ടികളെ. എ ബി സി എന്ന് പറഞ്ഞാൽ ഖരം, ദ്രാവകം, വാതകം. ഡി എന്ന് പറഞ്ഞാൽ മെറ്റൽസ്. പിന്നെ ഇ ഫോർ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫയർ. എഫ് എന്ന് വെച്ചാൽ ഫാമിലി വെച്ചാൽ അടുക്കള. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധയാണ് ചോദിച്ചിട്ടുണ്ടാകുന്നത്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഡി ഫയർ ആണ്. ഇത് നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ABCDEF വരെയുള്ളതിൽ ഏതെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, അനുസിയ, നാളെ താങ്കൾ പോകുന്നുണ്ടോ പരീക്ഷയ്ക്ക്? പോകുന്നുണ്ട് സാർ. ഓക്കെ, ശരി, ഓൾ ദ ബെസ്റ്റ്. ഒരു അഗ്നിശമന പോരാളിയെ ഞാൻ നിങ്ങളിൽ കാണുന്നു. താഴെ പറയുന്നവയിൽ വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം ഏതാണ്? വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് വായു സമ്പർക്കം വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ടുള്ള അഗ്നിശമന മാർഗമാണ് ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിംഗ് എന്ന് പറയും. ഓക്കെ, ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിംഗ് എന്ന് പറയും. ഓക്കെ, ഇത് സ്ഥിരം ചോദ്യമാണ് കുട്ടികളെ. ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിംഗ് വായു സമ്പർക്കം ഒഴിവാക്കിക്കൊണ്ടുള്ള അഗ്നിശമന മാർഗമാണ്. എന്താണ് കുട്ടികളെ? കത്താനുള്ള വാതകം ഏതാണ്? കത്താൻ ആവശ്യമായ വാതകം. കത്തണമെങ്കിൽ എന്ത് വേണം കുട്ടികളെ? പറഞ്ഞേ, കത്തണമെങ്കിൽ എന്ത് വേണം?
കത്തണമെങ്കിൽ ഓക്സിജൻ വേണം അല്ലേ? കത്തണമെങ്കിൽ ഓക്സിജൻ വേണം, കത്തണമെങ്കിൽ ഓക്സിജൻ വേണം അല്ലേ? ആ ഓക്സിജൻ കടക്കുന്നത് തടയുന്നതിനെയാണ് നമ്മൾ ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായ? കത്താൻ ആവശ്യമായിട്ടുള്ള വായു ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ജ്വലനം സംഭവിക്കത്തുള്ളൂ. ആ കത്താൻ ആവശ്യമായ ഓക്സിജനെ ഒഴിവാക്കിക്കൊണ്ട് തീ അണയ്ക്കുന്ന അല്ലെ അഗ്നിശമനം നടത്തുന്ന മാർഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് കുട്ടികളെ? ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിംഗ് എന്ന് പറയുന്നത്. ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിംഗ് എന്ന് പറയും. രണ്ടും ഒന്നിന്, ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ നനഞ്ഞ ചാക്കോ അല്ലെങ്കിൽ കമ്പിളിയോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യും? ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതാക്കുന്നതിനെയാണ് ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സ്റ്റാർവേഷൻ മറ്റൊരു രീതിയിലുള്ള അഗ്നിശമന മാർഗമാണ്. എന്താണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്? സ്റ്റാർവേഷൻ നമ്മൾ സ്റ്റാർവിങ് എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? സ്റ്റാർവിങ് എന്ന് ഉദ്ദേശിക്കുന്നത് പട്ടിണിക്കിടുക അല്ലെങ്കിൽ പട്ടിണി എന്നാണ് അല്ലേ? അതായത് തീക്ക് കത്തണമെങ്കിൽ നമ്മളിപ്പോ ഫയർ ട്രയാങ്കിൾ നമുക്ക് പഠിക്കാറുണ്ട്. ഫയർ ട്രയാങ്കിളിൽ എന്തൊക്കെയാണ് കുട്ടികളെ വരുന്നത്? ഫയർ ട്രയാങ്കിൾ ജ്വലന ത്രികോണം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സാധനമാണ് ഫയർ ട്രയാങ്കിൾ എന്തൊക്കെയാണ് ഉള്ളത്? ഫയർ ട്രയാങ്കിളിൽ ജ്വലന ത്രികോണത്തിൽ എന്തൊക്കെയാണുള്ളത്? പറഞ്ഞേ. ഫയർ ട്രയാങ്കിളിൽ എന്തൊക്കെയുണ്ട്? ഫയർ ട്രയാങ്കിളില് ഫ്യൂവല് അതുപോലെ ഹീറ്റ് അതുപോലെ ഓക്സിജൻ. ഇതാണ് ഫയർ ട്രയാങ്കിൾ. ഫയർ ട്രയാങ്കിൾ ഇമ്പോർട്ടന്റ് ആണ്. ഫ്യൂവല് അതായത് ഇന്ധനം. ഓക്കെ. ഹീറ്റ് എന്ന് വെച്ചാൽ താപം. അതുപോലെ ഓക്സിജൻ. ഓക്കെ അല്ലേ? അപ്പൊ ഈ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ തീ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതാണ് ഫയർ ട്രയാങ്കിൾ. ഫ്യൂവല്, ഹീറ്റ്, ഓക്സിജൻ. അപ്പൊ നമ്മള് ഇതിൽ ഓക്സിജനെ ഒഴിവാക്കുന്ന രീതിയെ നമ്മൾ പറഞ്ഞു എന്താണ്? ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിംഗ്. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ തീക്ക് കത്താൻ ആവശ്യമായ ഇന്ധനത്തെ അല്ലെങ്കിൽ ഫ്യൂവലിനെ ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായ? ഇന്ധനത്തെ നമ്മൾ ഒഴിവാക്കുന്നതിനെയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. കത്താൻ ആവശ്യമായ ഇന്ധനത്തെ ഒഴിവാക്കുന്നതാണ് സ്റ്റാർവേഷൻ. മനസ്സിലായോ എല്ലാവർക്കും? കത്താൻ ആവശ്യമായ ഇന്ധനത്തെ ഒഴിവാക്കുന്നതാണ് ഏത് കുട്ടികളെ? സ്റ്റാർവേഷൻ. ഓക്കെ. ഇനി ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അത് ഏതാണ് കുട്ടികളെ? മെത്തേഡ് ഏതാണ്? മൂന്നാമത്തെ മെത്തേഡ് ഏതാണ്? ആർക്ക് പറയാം? മൂന്നാമത്തെ മെത്തേഡ് ഏതാണ്? ഇപ്പൊ നമ്മള് ബ്ലാങ്കറ്റിംഗ് സ്മോദറിംഗ് അത് ഒന്നാണ്, ഒരു മെത്തേഡാണ്. സ്റ്റാർവേഷൻ രണ്ടാമത്തെ മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് കൂളിംഗ് ആണ് അല്ലേ? മൂന്നാമത്തെ മെത്തേഡ് ഏതാണ് കുട്ടികളെ? കൂളിംഗ് ആണ്. മൂന്നാമത്തെ മെത്തേഡ് കൂളിംഗ് ആണ് അല്ലേ? ഓക്കെ. കൂളിംഗ്. ഓക്കെ. കൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് തീ കെടുത്തുന്നത് കൂളിംഗിന് ഒരു ഉദാഹരണമാണ്. വെള്ളം ഒഴിച്ചൊക്കെ തീ കെടുത്തുന്നത് തണുപ്പിച്ചുകൊണ്ട്, അതായത് താപത്തെ കുറച്ചുകൊണ്ട് നമ്മൾ തീ കെടുത്തുന്നത് ഏതാണ് കുട്ടികളെ? കൂളിംഗ് ആണ് അല്ലേ? ഹീറ്റ് ഒഴിവാക്കുന്നത് കൂളിംഗിലാണ്. ഓക്കെ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിജനെ ഒഴിവാക്കുന്നത് ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിംഗ്. ഓക്സിജൻ ഒഴിവാക്കുന്നത് ബ്ലാങ്കറ്റിംഗ് അല്ലെങ്കിൽ സ്മോദറിംഗ്. ഓക്കെ. ഇന്ധനത്തെ ഒഴിവാക്കി തീയെ പട്ടിണിക്ക് ഇടുന്നത് സ്റ്റാർവേഷൻ. ഇനി നമ്മുടെ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് നടത്തുന്നതിനെയാണ് അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് തണുപ്പിക്കുന്നതിനെയാണ് കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശരി. അടുത്ത് താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധി ഉള്ളത് ഏതിനാണെന്നാണ് ചോദ്യം. ഏറ്റവും ഉയർന്ന ജ്വലന പരിധി അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫ്ലെയിമബിലിറ്റി റേഞ്ച് എന്ന് പറയും. ഓക്കെ. ഏതിനാണ് ഏറ്റവും വലിയ ജ്വലന പരിധി ഉള്ളത്? ഫ്ലെയിമബിലിറ്റി റേഞ്ച് എന്ന് പറയും. എല്ലാവരും ഡി ആണ് പറയുന്നത്. ഫ്ലെയിമബിലിറ്റി റേഞ്ച് ഡി ആണ്. എല്ലാവർക്കും ഡി ആണ്. ഒരാൾ പോലും ഇല്ലാതെ എല്ലാവരും ഡിയുടെ പാതയിൽ കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. കീർത്തി മോഹൻദാസ് സിയിലേക്ക് വന്നിരിക്കുകയാണ്. നോക്കാം. പിള്ളേരെ, ഫ്ലെയിമബിൾ റേഞ്ച് അല്ലെങ്കിൽ ജ്വലന പരിധി എന്ന് പറഞ്ഞാൽ ഒരു വാതകം പിള്ളേരെ
വായുവുമായിട്ട് കലരുന്നു. ഒരു വാതകം വായുവുമായിട്ട് കലരുമ്പോൾ അതിന് തീ പിടിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ അളവ്, ഏറ്റവും കൂടിയ അളവ്, ഏറ്റവും കുറഞ്ഞ അളവ്, അതായത് എത്രത്തോളം കുറഞ്ഞ അളവിൽ വന്നാൽ തീ പിടിക്കും, എത്രത്തോളം കൂടിയ അളവിൽ വന്നാൽ തീ പിടിക്കും, ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള അളവിനെയാണ് ഫ്ലെയിമബിൾ റേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായ? ഏറ്റവും കുറഞ്ഞത് എത്രയുണ്ടെങ്കിൽ തീ പിടിക്കും, മാക്സിമം എത്രയുണ്ടെങ്കിൽ തീ പിടിക്കും എന്നതാണ് ഫ്ലെയിമബിൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, പെട്രോളിന്റെ ഫ്ലെയിമബിൾ റേഞ്ച് ഇപ്പോഴേ പഠിച്ചോണം, നിനക്ക് ഇത് അറിഞ്ഞൂടാ. 1.4% മുതൽ 7.6% ആണ് പെട്രോളിൻ്റെത്. 1.4 മുതൽ 7.6 വരെയാണ് പെട്രോളിന്റെ ഫ്ലെയിമബിൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മാക്സിമം മിനിമം വരുന്നത്. മീതേൻ്റെതാണെങ്കിൽ 5% മുതൽ, മിനിമം 5% ഉണ്ടെങ്കിൽ തീ പിടിക്കും, മീതേൻ. മാക്സിമം 15%, 15% കൂടിക്കഴിഞ്ഞാൽ തീ പിടിക്കത്തില്ല. മിനിമം 5%, മാക്സിമം 15%, മിനിമം 5%, മാക്സിമം 15%. ഓക്കെ, ഇനി നമ്മുടെ അസറ്റിലീൻ ആണെങ്കിൽ 2.5% മുതൽ 82%, 2.5% മുതൽ 82%. ഇനി എൽ പി ജിയുടെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞേ. എൽ പി ജിയുടെ പൂർണ്ണരൂപം എന്താ കുട്ടികളെ? എൽ പി ജിയുടെ പൂർണ്ണരൂപം എന്താണ്? എൽ പി ജിയുടെ പൂർണ്ണരൂപം എന്താണ്? കമന്റ് ചെയ്ത്. എൽ പി ജിയുടെ പൂർണ്ണരൂപം എന്താണ്? എൽ പി ജി എന്ന് വെച്ചാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നതാണ് എൽ പി ജിയുടെ പൂർണ്ണരൂപം. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ്. പിള്ളേരെ, എൽ പി ജി 2% മുതൽ 10% വരെയാണ് ഫ്ലെയിമബിലിറ്റി റേഞ്ച് വരുന്നത്. 2% മുതൽ 10% വരെ. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന ഫ്ലെയിമബിലിറ്റി റേഞ്ച് വരുന്നത് അസറ്റലീൻ ആണ്. അതായത് 2.5%, കുറഞ്ഞത് 2.5%, മാക്സിമം 82%. ഓക്കെ, അസറ്റലീന്റെ ഫ്ലെയിമബിലിറ്റി റേഞ്ച് എന്ന് പറഞ്ഞാൽ 2.5% മുതൽ 82% വരെയാണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ഒരു വാതകം വായുവുമായി കലരുമ്പോൾ അതിന് തീ പിടിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ അളവിനെയാണ് നമ്മൾ ജ്വലന പരിധി എന്ന് പറയുന്നത്. 2.5 താഴെയും തീ പിടിക്കത്തില്ല, 82% മുകളിലും തീ പിടിക്കത്തില്ല. പെട്രോള് 1.4% താഴെയും തീ പിടിക്കത്തില്ല, 7.6% മുകളിലും തീ പിടിക്കത്തില്ല. മീതേൻ 5% താഴെ തീ പിടിക്കത്തില്ല, 12% മുകളിൽ തീ പിടിക്കത്തില്ല. മനസ്സിലായ? എൽ പി ജി 2% താഴെ തീ പിടിക്കത്തില്ല, അതുപോലെ 10% മുകളിലും തീ പിടിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ജ്വലന പരിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലെയിമബിലിറ്റി റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ അത് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തോ. ഫ്ലെയിമബിലിറ്റി റേഞ്ച് നാളെ ചോദിക്കട്ടെ. ഇത് അധികം അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റാത്ത. അസറ്റലീൻ ആണ് കൂടുതലായിട്ട് വരുന്നത്. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിലെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. നമ്മൾ വ്യാപ്തം അതുപോലെ മർദ്ദം, വ്യാപ്തം അതുപോലെ തന്നെ താപനില, വ്യാപ്തം അതുപോലെ തന്നെ തന്മാത്രകളുടെ എണ്ണം, ഈ 3 നിയമങ്ങളും നമ്മൾ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും തമ്മിൽ ബന്ധം വരുന്നത് നമ്മൾ പഠിച്ചു. മർദ്ദിക്കുന്നത്, ബോയ്സ് തമ്മിൽ മർദ്ദിക്കുന്നു. അപ്പൊ വ്യാപ്തവും മർദ്ദവും എന്ന് കണ്ടു കഴിഞ്ഞാൽ ബോയിൽസ് നിയമം. ഓക്കെ, വ്യാപ്തവും മർദ്ദവും തമ്മിൽ എന്ന് പറഞ്ഞാൽ ബോയിൽസ് നിയമം. വ്യാപ്തവും താപനിലയും, ചാള നല്ല നമ്മൾ താപനിലയിൽ ചുട്ട് കഴിക്കുന്നു, താപനിലയിൽ ചുട്ട് കഴിക്കുന്നത് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. വ്യാപ്തവും താപനിലയും ആണെങ്കിൽ ചാൾസ് നിയമം. ഏതാ കുട്ടികളെ? ചാൾസ് നിയമം. ഓക്കെ,
അപ്പം ബോയ്സ് മർദ്ദിക്കുന്നു. അപ്പം ബോയിൽസ് നിയമം വ്യാപ്തം മർദ്ദം, വ്യാപ്തവും താപനിലയും ചാൾസ് നിയമം, വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും ഏത് നിയമമാ കുട്ടികളെ? വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും ഏത് നിയമമാ? അവഗാഡ്രോ നിയമം. ഏതാണ്? അവഗാഡ്രോ നിയമം. ഞാൻ ഈ പറഞ്ഞ കണക്ഷൻ ഓർത്തിരിക്കുക. വ്യാപ്തം മർദ്ദം ബോയിൽസ്, വ്യാപ്തം താപനില ചാൾസ്, വ്യാപ്തം തന്മാത്രകളുടെ എണ്ണം അവഗാഡ്രോ. ഓക്കെ അല്ലേ? അടുത്ത്, കരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദ്യം. കരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? നമ്മളതിനെ ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. സ്ഥിരം ചോദ്യമാണ് ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. അതെല്ലാ പരീക്ഷയും ചോദിക്കുന്നതാണ്. ഓക്കെ. അടുത്ത്, താഴെ പറയുന്നതിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തത് ഏതെന്നാണ്? നമ്മൾ അഗ്നിശമന മാധ്യമമായിട്ട് ഉപയോഗിക്കാത്തത് ഏതെന്നാണ് ചോദ്യം. അഗ്നിശമന മാധ്യമമായിട്ട് ഉപയോഗിക്കാത്തത് ഏതെന്നാണ് ചോദ്യം. അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഒന്ന് അറ്റൻഡ് ചെയ്തേ. അഗ്നിശമന മാധ്യമം അല്ലാത്തത് അറിഞ്ഞുകൂടെങ്കിൽ പഠിച്ചോണം. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു അഗ്നിശമന മാധ്യമമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു അഗ്നിശമന മാധ്യമമാണ്. എല്ലാവരും പഠിച്ചോ? ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചോ. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു അഗ്നിശമന മാധ്യമമാണ്. ഹെപ്റ്റാഫ്ലൂറോപ്രൊപ്പൈൻ ഒരു അഗ്നിശമന മാധ്യമമാണ്. FM200 ഒരു അഗ്നിശമന മാധ്യമമാണ്. ഇവിടെ അഗ്നിശമന മാധ്യമം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. FM500. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നെ പഠിച്ചിട്ട് പോയാൽ മതി നിങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡ് ഹെപ്റ്റാഫ്ലൂറോപ്രൊപ്പൈൻ. ചിലപ്പോൾ നിങ്ങൾക്ക് HFP എന്നായിരിക്കും തന്നിരിക്കുന്നത്. ഹെപ്റ്റാഫ്ലൂറോപ്രൊപ്പൈൻ. അതുപോലെ FM200 ഇതെല്ലാം എന്താണ് കുട്ടികളെ? അഗ്നിശമന മാധ്യമങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇവിടെ പഠിച്ചോണം. കാർബൺ ഡൈ ഓക്സൈഡ്, HFP, FM200. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് കമന്റ് ചെയ്തേ. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആരാ കുട്ടികളെ? ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെഡറിക് എസ്മാർക്ക് ആണ് അല്ലെ? ഫെഡറിക് എസ്മാർക്ക് ആണ് ഫസ്റ്റ് എയ്ഡിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫെഡറിക് എസ്മാർക്ക് ആണ് ആധുനിക പ്രാഥമിക അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. എസ്മാർക്ക് ആണ് അല്ലെ? എസ്മാർക്ക് ആണ്. ഓക്കെ. അടുത്ത വർഷം അറ്റൻഡ് ചെയ്തേ. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരെന്തെന്നാണ്? ഒരു ഭാഗം മാത്രം ഒടിയുന്ന അസ്ഥിഭംഗത്തെ എന്ത് വിളിക്കുന്ന ചോദ്യം. വളരെ ഒരു ഭാഗം മാത്രം ഒടിയുന്ന അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേര്. നല്ല ഒരു ചോദ്യമാണ്. ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെയാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ആരാ കുട്ടികളെ? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. കുട്ടികളിൽ അത് ഉണ്ടാവാനുള്ള കാരണം എന്താണ് കുട്ടികളെ? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കുട്ടികളിലാണ്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്? വൈ? എന്തുകൊണ്ടാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ കുട്ടികളിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്? കാരണം എന്താണ്? കാരണം കുട്ടികളുടെ അസ്ഥികൾക്ക് കുറച്ചുകൂടെ വഴക്കം, കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഫ്ലെക്സിബിൾ ആണ്. കുട്ടികളുടെ അസ്ഥികൾക്ക് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ
നമ്മളിപ്പം ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ എന്ന് വിളിക്കാൻ കാരണം എന്താ കുട്ടികളെ? നമ്മൾ അതിനെ ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ ഒരു പച്ച കമ്പെടുത്ത് നമ്മൾ ഒടിച്ചു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞ് നമ്മുടെ ഇപ്പൊ ഒരു ഉണങ്ങിയ കമ്പാണ് നമ്മൾ ഒടിക്കുന്നതെങ്കിൽ അത് ഒടിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും നമ്മുടെ കയ്യിൽ ഇങ്ങനെ രണ്ട് കയ്യിലായിട്ട് വരും ഇല്ലേ? ഒടിഞ്ഞ ഒരു പീസ് നമ്മുടെ ഈ കയ്യിലും വരും, ഒടിഞ്ഞ ഒരു പീസ് ഈ കയ്യിലും വരും. എന്നാൽ നമ്മൾ ഒരു പച്ച കമ്പിനെയാണ് നമ്മൾ ഒടിക്കുന്നതെങ്കിൽ അതിങ്ങനെ പൂർണ്ണമായിട്ട് ഒടിയത്തില്ല, ഒരു ഭാഗം കട്ടായിട്ട് ഇങ്ങനെ ഇരിക്കും, തണ്ടൊടിഞ്ഞ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് അത്തരം ഫ്രാക്ചറുകളെ, കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ഭാഗം മാത്രം ഒടിയുന്ന ഫ്രാക്ചറിനെ നമ്മൾ ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഈ ഓപ്പൺ ഫ്രാക്ചറും കോമ്പൗണ്ട് ഫ്രാക്ചറും ഒന്ന് തന്നെയാണ്. ഓപ്പൺ ഫ്രാക്ചറും കോമ്പൗണ്ട് ഫ്രാക്ചറും ഒന്ന് തന്നെയാണ്. അസ്ഥി ഒടിയും പിള്ളേരെ, അസ്ഥി ഒടിഞ്ഞിട്ട് നമ്മുടെ ചർമ്മത്തെ അല്ലെങ്കിൽ തൊലിയെ തുളച്ച് പുറത്തേക്ക് വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഏത് കുട്ടികളെ? ഓപ്പൺ ഫ്രാക്ചർ. അതായത് വെളിയിലേക്ക് വരിക. ഓപ്പൺ ഫ്രാക്ചർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൊലി പൊളിച്ച് അസ്ഥി വെളിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ഓപ്പൺ ഫ്രാക്ചറിൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലായിക്കോണം. ഓപ്പൺ ഫ്രാക്ചർ ആണെങ്കിൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ് ഓപ്പൺ ഫ്രാക്ചറിൽ. ഓക്കെ. അപ്പൊ ഓപ്പൺ ഫ്രാക്ചർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ അസ്ഥി ഒടിഞ്ഞ് ചർമ്മം അല്ലെങ്കിൽ നമ്മുടെ ത്വക്കിനെ തുളച്ച് പുറത്തേക്ക് വിടുന്നതാണ് ഓപ്പൺ ഫ്രാക്ചർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത സിമ്പിൾ ഫ്രാക്ചറിനെ നമ്മൾ ക്ലോസ്ഡ് ഫ്രാക്ചർ എന്നും വിളിക്കാറുണ്ട്. സിമ്പിൾ ഫ്രാക്ചറിനെ നമ്മൾ എന്തും വിളിക്കാറുണ്ട് കുട്ടികളെ? ക്ലോസ്ഡ് ഫ്രാക്ചർ എന്നും വിളിക്കാറുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താണ് സിമ്പിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ എന്താണ്? ഒന്ന് പറഞ്ഞേ. സിമ്പിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ എന്താണ്? നിങ്ങൾക്ക് പറയാൻ പറ്റും, ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, പുറത്തേക്ക് വരത്തില്ല. അസ്ഥി ഒടിയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യത്തില്ല? പുറത്തേക്ക് വരത്തില്ല. പുറത്തേക്ക് മുറിവുണ്ടാക്കി പുറത്തേക്ക് വരില്ല. അപ്പൊ ഇവിടെ അണുബാധയ്ക്കുള്ള സാധ്യത കുറവാണ്. സിമ്പിൾ ഫ്രാക്ചർ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വരുന്നത്. സിമ്പിൾ ഫ്രാക്ചറിൽ അണുബാധയ്ക്കുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ സ്റ്റിക് ഫ്രാക്ചർ എന്ന് വിളിക്കുന്നത്. ഇനി ഓപ്പൺ ഫ്രാക്ചർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടിവുണ്ടാവുകയും ചർമ്മം തുളച്ച് അസ്ഥി പുറത്തേക്ക് വരികയും ചെയ്യുന്നതിനെയാണ് ഓപ്പൺ ഫ്രാക്ചർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അണുബാധയ്ക്ക് സാധ്യത വളരെ കൂടുതലാണ്. ക്ലോസ്ഡ് ഫ്രാക്ചർ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥി ഒടിയുന്നു, പുറത്തേക്ക് വരുന്നില്ല. അസ്ഥി ഒടിയുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. CPR, ഇതും ഒട്ടുമിക്ക എല്ലാ പരീക്ഷയ്ക്കും വരുന്നൊരു ചോദ്യമാണ്. CPR എന്നതിന്റെ പൂർണ്ണരൂപം എന്തെന്നാണ്? കാർഡിയോ പൾമണറി റെസിറ്റേഷൻ എന്നാണ്. കാർഡിയോ പൾമണറി റെസിറ്റേഷൻ എന്നാണ് CPRന്റെ പൂർണ്ണരൂപം. നമ്മൾ ഹൃദയം നിലയ്ക്കുന്ന സാഹചര്യങ്ങളിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാഥമിക ശുശ്രൂഷയുടെ പേരാണ് CPR. എന്താ കുട്ടികളെ? CPR. എന്താണ് CPR? അല്ലെങ്കിൽ കാർഡിയോ പൾമണറി റെസിറ്റേഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? അടുത്ത്, അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലായിരിക്കുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏതാണ്? അമിത രക്തസ്രാവം മൂലം. സിമ്പിൾ ആണ്, കാരണം നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചിട്ടൊക്കെ എടുക്കാം. ടൂർണിക്കൈ ആണ് ആൻസർ. ടൂർണിക്കൈ. എവിടെയാണോ രക്തസ്രാവം ഉണ്ടാകുന്നത് ആ ഭാഗത്തെ രക്തസ്രാവം നിർത്തുന്നതിന് വേണ്ടിയിട്ട്, തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പ്രാഥമിക ശുശ്രൂഷയുടെ പറയുന്ന പേരാണ് എന്ത് കുട്ടികളെ? ടൂർണിക്കൈ. സ്പ്ലിന്റും പഠിക്കാറുണ്ട് നിങ്ങൾക്ക്. സ്പ്ലിന്റ് എന്താ? സ്പ്ലിന്റ് നമ്മൾ എല്ലൊടിയുമ്പോൾ ആ ഭാഗത്തെ
ചലനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലായ, എല്ല് ഒടിയുമ്പോൾ ആ ഭാഗത്തെ ചലനം, നമ്മളിപ്പം ചലനമൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ മരക്കഷ്ണങ്ങളും മറ്റുമൊക്കെ വെച്ച് കെട്ടുന്നതിനെയാണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടു കാണും, ഈ പണ്ടത്തെ നായകന്മാർ കൊക്കയിൽ വീണ സമയത്ത് കയ്യോ കാലൊക്കെ ഒടിയുമ്പോൾ അപ്പം ഈ മറ്റേ ഇവർക്കല്ലേ കിട്ടുന്നത്, അതായത് കാട്ടിൽ താമസിക്കുന്ന ആൾക്കാർ കൈക്കുള്ള നായകനെ കിട്ടുന്നത്. നായകനെ കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടി ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കും. കേട്ടോ, കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളെ. കുറെ 4 സൈഡും തടിയൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ നടക്കും. ഓക്കെ, എൻ്റെ അടുത്ത സീനിൽ നായകൻ പുഷപ്പ് അടിക്കും, വീണ്ടും മസിലൊക്കെ വെക്കും, കുറച്ച് താടിയൊക്കെ ആയിട്ട് തിരിച്ചു വരും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഈ ഒടിവുണ്ടായ ഭാഗത്തെ ചലനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് തടിക്കഷ്ണവും മറ്റും ഒക്കെ എന്ത് ചെയ്യും, കെട്ടിവെക്കുന്നതിനെ പറയുന്ന പേരാണ് സ്പ്ലിന്റ്. എന്താ കുട്ടികളെ? സ്പ്ലിന്റ്. ഫ്രോസ്റ്റ് ബൈറ്റ്, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഫ്രോസ്റ്റ് ബൈറ്റ് എന്താണ്? വേലായുധൻ പറ്റും, വേലായുധൻ ലാലേട്ടനെ പറയരുതേ. ഓക്കെ, ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുമ്പോൾ തണുപ്പ് കാരണം, തണുപ്പേറ്റിട്ട്, തണുപ്പ് കാരണം എന്ത് ചെയ്യും കുട്ടികളെ? നമ്മുടെ ശരീരകോശങ്ങൾ നശിച്ചു പോകുന്ന, ശരീരകോശങ്ങൾ നശിക്കുന്നതിനെ പറയുന്ന പേരാണ് ഫ്രോസ്റ്റ് ബൈറ്റ്. തണുപ്പ് കാരണം ശരീരകോശങ്ങൾ നശിച്ചു പോകുന്ന ആ കണ്ടീഷനെ പറയുന്നതാണ് ഫ്രോസ്റ്റ് ബൈറ്റ്. ഇതിനെ നമ്മൾ കോൾഡ് ബേൺ എന്നും വിളിക്കും. എന്ത് വിളിക്കും? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൾഡ് ബേൺ. എന്താ കുട്ടികളെ? കോൾഡ് ബേൺ. ഫ്രോസ്റ്റ് ബൈറ്റ് തന്നെയാണ് കോൾഡ് ബേൺ. തണുപ്പ് കൊണ്ടുള്ള പൊള്ളൽ എന്നർത്ഥം വരുന്ന കോൾഡ് ബേണും ഫ്രോസ്റ്റ് ബൈറ്റും ഒന്നാണ്. ഓക്കെ അല്ലേ? ശരി. അടുത്ത, നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ട്രയേജ്. ട്രയേജും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കുട്ടികളെ. അതായത് ഒരുപാട് പേർക്ക് പരിക്കേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതില് പരിക്കേറ്റ ആൾക്കാർക്ക് നമ്മൾ ഈ ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അതായത് നമ്മുടെ റെഡ്, അതുപോലെ യെല്ലോ, അതുപോലെ ഗ്രീന്, അതുപോലെ ബ്ലാക്ക്. ഓക്കെ, ഇതൊന്ന് പറയാവോ? ട്രയേജിൽ നമ്മളിങ്ങനെ റെഡ് ആയിട്ടും യെല്ലോ ആയിട്ടും അതുപോലെ ഗ്രീൻ ആയിട്ടും ബ്ലാക്ക് ആയിട്ടും ആൾക്കാരെ തരംതിരിക്കും. റെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം. മനസ്സിലായ? റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട്, ഉടനടി, ജീവൻ അപകടത്തിലായവരാണ്, അവര് ജീവൻ അപകടത്തിലായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് നമ്മൾ ഉടനടി നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ? അല്ലെങ്കിൽ എമർജൻസി കെയർ നമ്മൾ അവർക്ക് കൊടുക്കണം. റെഡിന്. യെല്ലോ, മഞ്ഞ എന്ന് പറഞ്ഞാൽ കഠിനമായ പരുക്കുകളൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് സമയം ഡിലേ ആയാലും കുഴപ്പമില്ല. ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കുറച്ച് സമയം ഡിലേ ആയാലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പരുക്കുള്ള ആൾക്കാരാണ് ഗ്രീൻ എന്ന് പറയുന്നത്. നിസ്സാര പരുക്കുള്ള ആൾക്കാരാണ് ഗ്രീൻ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് എന്താണ്? ഓക്കെ, ബ്ലാക്ക് എന്താണ് കുട്ടികളെ? ബ്ലാക്ക് എന്താണ്? ബ്ലാക്ക് സേഫ് സോൺ ആണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആൾക്കാർ അല്ലേ? മരണം സംഭവിച്ചവർ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത വിധം മാരകമായി പരിക്കേറ്റവർ അല്ലേ? ഓക്കെ, ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചുപോയി. നമ്മൾ ബ്ലാക്ക് സൂചിപ്പിക്കുന്ന മരണത്തെ അല്ലേ? അപ്പൊ ട്രയേജില് ബ്ലാക്ക് കളർ സൂചിപ്പിക്കുന്നത് എന്ന് കേട്ട് കഴിഞ്ഞാൽ മരണം സംഭവിച്ചവർ, അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റൂല അവര്. ഇനി നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിയ ആൾക്കാരെയാണ് നമ്മൾ ബ്ലാക്ക് കളറിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രയേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളർ കോഡിങ്ങും മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. കളർ കോഡിങ് മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യന്റെ നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് എത്രയെന്നാണ്. നിശ്വാസവായു എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വിടുന്ന വായുവാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് 17% ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ പഠിക്കുന്നത് സ്കൂൾ ടെക്സ്റ്റിലൊക്കെ ഉള്ളത് എത്രയാ പിള്ളേരെ? ഇത് പ്രൊവിഷണൽ ആൻസർ കീഴിൽ 17 കൊടുത്തു. പിന്നെ അത് ക്യാൻസൽ ചെയ്യുന്നതിന്റെ ഓർമ്മ
എൻ്റെ ഓർമ്മ ക്യാൻസൽ ചെയ്യുന്നതാണ്. ഓക്കെ, പ്രൊഫഷണൽ ആൻസർ കീഴിലാണ് 15 ക്യാൻസലായി. ഇത് കഴിഞ്ഞ ഫയർമാൻ 2025 ക്യാൻസലായി. 15% കേട്ടോ കുട്ടികളെ, 15%. നമ്മൾ റീസെന്റ് ആയിട്ട് പഠിച്ചാണ് 15%. അതായത് നമ്മൾ ഉള്ളിലേക്ക് 21% എടുക്കും, പുറത്തേക്ക് വിടുന്നത് 15% അല്ലേ. ഉള്ളിലേക്ക് 21%, പുറത്തേക്ക് വിടുന്നത് 15%. ഓക്കെ, ഉള്ളിലേക്ക് 21%, പുറത്തേക്ക് 15%. അപ്പോൾ ക്യാൻസലാണ്. കഴിഞ്ഞ ഫയർമാൻ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ. ശരി, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ. അടുത്ത് AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു? AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു? AED പിള്ളേരെ, AED എന്ന് പറഞ്ഞാൽ ഹൃദയാഘാതം. ഏതാ കുട്ടികളെ? ഹൃദയാഘാതം. AED എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയാഘാതം. ആ AEDയുടെ പൂർണ്ണരൂപം ഒട്ടുമിക്ക പരീക്ഷയും ചോദിക്കാറുണ്ട്. AEDയുടെ പൂർണ്ണരൂപം ഒട്ടുമിക്ക പരീക്ഷയും ചോദിക്കാറുണ്ട്. പറഞ്ഞേ, എന്താണ് AEDയുടെ പൂർണ്ണരൂപം? AEDയുടെ പൂർണ്ണരൂപം എന്താണ് പിള്ളേരെ? ഓട്ടോമേറ്റഡ്. A എന്ന് വെച്ചാൽ ഓട്ടോമേറ്റഡ്, E എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ. D എന്ന് വെച്ചാൽ ഡീഫൈബ്രിലേറ്റർ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്നതാണ് AEDയുടെ പൂർണ്ണരൂപം. ഓക്കെ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്നതാണ് AEDയുടെ പൂർണ്ണരൂപം. ഓക്കെ അല്ലേ? നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടു കാണും. അതായത് ഈ പറയുന്ന ഹൃദയാഘാതം സംഭവിച്ച, അല്ലെങ്കിൽ ഹൃദയം സ്റ്റോപ്പായ ഒരാളെ ഹൃദയം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സംഭവം ഉപയോഗിക്കാറുണ്ട്. സിനിമയിലൊക്കെ കണ്ടു കാണാം. നായകനോ നായികയോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ രക്ഷപ്പെട്ടു വരും, അല്ലെങ്കിൽ തട്ടിപ്പോവും. ഓക്കെ അല്ലേ? അപ്പൊ ഡോക്ടർ എന്ന് പറയും, സോറി, ഞങ്ങൾക്ക് പറ്റിയില്ല, രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ള. രാജാറാണി സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഓക്കെ അല്ലേ? ഈ പറയുന്ന AED അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ നിങ്ങൾ കണ്ടു കാണും കേട്ടോ. ഹൃദയാഘാതത്തിലാണ്. ഓക്കെ, അടുത്ത, പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ABC ഈസി ക്വസ്റ്റ്യൻ ആണ് പിള്ളേരെ. എന്താണ് ABC? ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ വേ ബ്രീത്തിങ് സർക്കുലേഷൻ എന്നതാണ്. എന്താണ് കുട്ടികളെ ഈ എയർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എയർവേയുടെ മലയാളം വായു സഞ്ചാര മാർഗം എന്നതാണ് എയർവേയുടെ മലയാളം. ഓക്കെ, അതായത് ഒരാള് അപകടം പറ്റി ബോധരഹിതനായി കിടക്കുകയാണ്. അപ്പൊ അയാളുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്ന, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസ മാർഗത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ, അദ്ദേഹത്തിന് ശ്വാസം കിട്ടാനായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് പ്രഥമ ശുശ്രൂഷ നൽകുന്ന ആൾ പരിശോധിക്കുന്നതിനെയാണ് എയർവേ എന്ന് പറയുന്നത്. അയാൾക്ക് ശ്വാസം കിട്ടുന്നതിൽ, ശ്വാസോച്ഛ്വാസ മാർഗത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ബ്രീത്തിങ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന വ്യക്തി ശ്വസിക്കുന്നുണ്ടോ, ഈ പറയുന്ന വ്യക്തിക്ക് ശ്വസനം നടക്കുന്നുണ്ടോ, ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതാണ് ബ്രീത്തിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയർവേ അയാൾക്ക് വായു കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കുക. സർക്കുലേഷൻ എന്താ? സർക്കുലേഷൻ എന്താ കുട്ടികളെ? സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ആണ്. നമുക്ക് വായു ഇല്ലാതെ, നമ്മുടെ ശരീരത്തിൽ വായു ഇല്ലാതെ ബ്ലഡ് സർക്കുലേഷൻ നടക്കത്തില്ല, രക്തചംക്രമണം നടക്കത്തില്ല. ഓക്കെ അല്ലേ? അപ്പൊ രക്തചംക്രമണം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് സർക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രഥമ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിൽ ABC എന്ന് പറഞ്ഞാൽ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ എന്നിവയാണ്. കേട്ടോ, ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അടുത്ത, സ്പ്ലിന്റ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പ്ലിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്പ്ലിന്റ് എന്താണെന്ന് പറഞ്ഞു. സ്പ്ലിന്റ് എന്താ കുട്ടികളെ? സ്പ്ലിന്റ് എന്താ? സ്പ്ലിന്റ് എന്ന് പറഞ്ഞാൽ അസ്ഥിഭംഗം. 2 മാർക്ക് IT ആക്ട് ആണ്. ഇന്ത്യയിൽ വിവര സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ചോദ്യം. വിവര സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? വിവര സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം 2000 ആണല്ലേ. 2000 എല്ലാവർക്കും അറിയാം.
സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലുകളെ വിളിക്കുന്ന പേരെന്താണ്? സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ. ഒന്നുകിൽ സാമ്പത്തിക കുറ്റം അല്ലെങ്കിൽ മറ്റു ദുരുദ്ദേശങ്ങൾ. ക്രിമിനൽ ഉദ്ദേശം ആകുമ്പോൾ ഏതാ വരുന്നേ? ക്രിമിനൽ ഉദ്ദേശമാകുമ്പോൾ ഏത് ഹാക്കറാ വരുന്നേ? ക്രിമിനൽ ഉദ്ദേശമാകുമ്പോൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കറാണ് വരുന്നത്. ക്രിമിനൽ ഉദ്ദേശമാകുമ്പോൾ ഏതാ കുട്ടികളെ? ബ്ലാക്ക് ഹാറ്റ് ഹാക്കറാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി. ഇനി 2 സെറ്റ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഓക്കെ അല്ലേ? ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്ര എന്നതാണ് ചോദ്യം. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്ര എന്നതാണ് ചോദ്യം. കമന്റ് ചെയ്യാം. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്രയാണെന്ന് കമന്റ് ചെയ്യാം. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം 540 കിലോ കലോറി പെർ കിലോഗ്രാം ആണ് അല്ലെ? 540 കിലോ കലോറി പെർ കിലോഗ്രാം ആണ്. ഓക്കെ, ഇതിൽ തന്നെ ജലവുമായി ബന്ധപ്പെട്ട വേറൊരു പോയിന്റും നിങ്ങൾക്ക് പഠിക്കാനുള്ള വേറൊരു പോയിന്റും കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വേറൊരു പോയിന്റും കൂടെ. ഏതാണത്? ഒരു ഓപ്ഷനിൽ വേറൊരു ചോദ്യം കിടപ്പുണ്ട്. പറഞ്ഞേ. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അതല്ലാതെ തന്നെ കിടപ്പുണ്ട് 4200 ജൂൾ പെർ കിലോഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ്. ഏതാണത്? 4200. അതെന്താണ്? ജലത്തിന്റെ വിശിഷ്ട താപധാരിത. നിങ്ങൾക്ക് ഈ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാഷ്പീകരണ ലീനതാപമാണെങ്കിൽ 540, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ എന്താണ് വിശിഷ്ട താപധാരിതയാണെങ്കിൽ 4200 ആണ് വിശിഷ്ട താപധാരിത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതായിട്ട് ബ്ലീവ്. എന്താ കുട്ടികളെ ബ്ലീവ് എന്ന് പറയുന്നത്? ബ്ലീവ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നാണ്. എന്താ കുട്ടികളെ? ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നാണ്. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നതാണ് ബ്ലീവിന്റെ പൂർണ്ണരൂപം. ബ്ലീവൊക്കെ മുമ്പും ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നതാണ് ബ്ലീവിന്റെ പൂർണ്ണരൂപം. കേട്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. കുറെ പൂർണ്ണരൂപങ്ങൾ ചോദിക്കും കേട്ടോ. നമ്മുടെ CPR പൂർണ്ണരൂപം ചോദിക്കും, അതുപോലെ ABC ചോദിക്കും, AED ചോദിക്കും, ബ്ലീവ് ചോദിക്കും. വിവിധ തരം എക്സ്റ്റിങ്വിഷർ അല്ലെങ്കിൽ അഗ്നിശമനികൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് നിങ്ങൾ ഈ ചോദ്യം വെച്ചിട്ട് തന്നെ പഠിച്ചിരിക്കുക. ഈ ചോദ്യം വെച്ചിട്ട് തന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ചോദ്യം വെച്ചിട്ട് തന്നെ പഠിച്ചിരിക്കുക. ഓക്കെ അല്ലേ? DCP എക്സ്റ്റൻഷൻ, എനിക്ക് ഈ പേരാണ് പണ്ടോട്ടെ പറയാൻ പറ്റത്. ഓക്കെ, DCP അഗ്നിശമനി. എനിക്ക് വാക്ക് കിട്ടൂല കേട്ടോ. എക്സ്റ്റിങ്വിഷർ. ഓക്കെ, എക്സ്റ്റിങ്വിഷർ. ഓക്കെ, DCP എക്സ്റ്റിങ്വിഷർ അല്ലെങ്കിൽ അഗ്നിശമനി. ഏതിലാ പിള്ളേരെ ഉപയോഗിക്കുന്നത്? ചില വാക്കിന് കിട്ടൂല. ഇനി കിട്ടിക്കോളൂ. എക്സ്റ്റിങ്വിഷർ കിട്ടൂലെന്ന് പറഞ്ഞാൽ നമ്മൾ കളഞ്ഞിട്ട് പോകത്തൊന്നുമില്ല. അത് വേറെ കാര്യം. എക്സ്റ്റിങ്വിഷർ. ഓക്കെ, DCP എക്സ്റ്റിങ്വിഷർ ഈ പറഞ്ഞിരിക്കുന്ന ഏതെല്ലാം ഉപയോഗിക്കേണ്ടേ? പിള്ളേരെ ഡിസ്ചാർജ് ഹോൺ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഡിസ്ചാർജ് ഹോൺ അല്ല, സോറി കുട്ടികളെ, നമ്മുടെ ഡിസ്ചാർജ് ഹോൺ അല്ലല്ലോ. അല്ലല്ല, സോറി, സൈഫൺ ട്യൂബാണ്. ഓക്കെ, സോറിയടാ. സൈഫൺ ട്യൂബ്. ഓക്കെ,
DCP എക്സ്റ്റിങ്വിഷർ സൈഫൺ ട്യൂബാണ്. അടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷർ. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷർ ഏത് വരും കുട്ടികളെ? അതാണ് ഡിസ്ചാർജ് ഹോൺ. അടുത്ത ഫോം എക്സ്റ്റിങ്വിഷർ. ഫോം എക്സ്റ്റിങ്വിഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ വരുന്നത്? ദ്രവ ഇന്ധനങ്ങളിലെ തീപിടുത്തത്തിനാണ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത. ഓക്കെ. ഇനി അടുത്ത് ജല എക്സ്റ്റിങ്വിഷർ. ജലം ഉപയോഗിക്കുന്നത് ഈ പറയുന്ന തടി, പേപ്പർ തുടങ്ങിയവയിലെ തീപിടുത്തത്തിലാണ് ജലം. ഓക്കെ. ഈ DCPയുടെ പൂർണ്ണരൂപം ഒന്ന് കമന്റ് ചെയ്യാവോ? DCP എക്സ്റ്റിങ്വിഷർ, DCPയുടെ പൂർണ്ണരൂപം ഒന്ന് കമന്റ് ചെയ്യാവോ? DCPയുടെ പൂർണ്ണരൂപം എന്താണ്? പിള്ളേരെ, DCPയുടെ പൂർണ്ണരൂപം ഡ്രൈ കെമിക്കൽ പൗഡർ എന്നാണ്. എന്താണ്? ഡ്രൈ കെമിക്കൽ പൗഡർ എന്നാണ്. ഡ്രൈ കെമിക്കൽ പൗഡർ എന്നതാണ് DCPയുടെ പൂർണ്ണരൂപം. ഡ്രൈ കെമിക്കൽ പൗഡർ എന്നതാണ് DCPയുടെ പൂർണ്ണരൂപം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഓരോന്നും ഉപയോഗിക്കുന്ന ഉണങ്ങിയ കെമിക്കൽ പൗഡർ. അതിന്റെ ഉദ്ദേശം DCP ഡ്രൈ കെമിക്കൽ പൗഡർ. ഓക്കെ അല്ലേ കുട്ടികളെ? ശരി. അപ്പം DCP ഈ പറയുന്ന ഇത് ദ്രവ ഇന്ധനങ്ങളിലാണെങ്കിൽ നമ്മൾ ഫോം എക്സ്റ്റിങ്വിഷർ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തടി, പേപ്പർ തുടങ്ങിയവയിലെ തീപിടുത്തമാണെങ്കിൽ നമ്മൾ ജലം എക്സ്റ്റിങ്വിഷർ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ സൈഫൺ ട്യൂബ്, DCP ഡ്രൈ കെമിക്കൽ പൗഡർ, അതുപോലെ ഈ പറയുന്ന ഡിസ്ചാർജ് ഹോണ്, കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷർ. ഇത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. ചേരുമ്പടി ചേർത്ത് പഠിച്ചിരിക്കുക. ഓപ്ഷൻ എ ഇവിടെ ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഉത്പാദനത്തിന് സബ്ലിമേഷന് ഉദാഹരണമായി പറയാവുന്ന വസ്തു ഏതാണ്? സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനം. സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനത്തിന് ഉദാഹരണം. സബ്ലിമേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സബ്ലിമേഷൻ നമ്മുടെ കർപ്പൂരം സബ്ലിമേഷൻ ഉദാഹരണമാണ് അല്ലേ? ഈ പിന്നെ പറയുന്ന ഓപ്ഷൻസ് ഗ്രാമ്പൂ സബ്ലിമേഷൻ ഇല്ല, ചന്ദനമില്ല, മെഴുകില്ല. ഓക്കെ. ഏത് മാത്രമേ ഉള്ളൂ? ഈ പറയുന്ന കർപ്പൂരം മാത്രമാണ് സബ്ലിമേഷൻ ഉദാഹരണമായിട്ട് വരുന്നത്. ഓക്കെ. താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റ് ഉള്ള വസ്തു ഏതാണ്? ചോദ്യം. ഫ്ലാഷ് പോയിന്റ് കുറവാണെങ്കിൽ വസ്തു വേഗത്തിൽ കത്തിപ്പിടിക്കും. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് വേഗത്തിൽ കത്തിപ്പിടിക്കുന്നത്? ഫ്ലാഷ് പോയിന്റ് കുറവാണെങ്കിൽ വസ്തു വേഗത്തിൽ കത്തിപ്പിടിക്കുമെന്ന് മനസ്സിലാക്കുക. ഏതാണ് വേഗത്തിൽ കത്തിപ്പിടിക്കുന്നത്? നാഫ്തയാണോ, മണ്ണെണ്ണയാണോ, ഡീസലാണോ, പെട്രോൾ ആണോ വേഗത്തിൽ കത്തുന്നത്? എല്ലാവരും ഓടിയാ? നിങ്ങൾ ഈ 4 ആലോചിച്ച് നോക്കുക. ഇപ്പൊ നിങ്ങൾ നാഫ്ത നിങ്ങൾക്ക് അറിയത്തില്ല. മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ ആലോചിച്ച് നോക്കിയേ. മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ഇതിൽ ഏതാണ് പെട്ടെന്ന് തീ പിടിക്കുന്നത്? മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ഇതിൽ നിങ്ങൾ ഈ 3 ഏതാണ് പെട്ടെന്ന് തീ പിടിക്കുന്നത്? അതൊന്ന് പറഞ്ഞേ. മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, അതിൽ 3 ഏതാ പെട്ടെന്ന് തീ പിടിക്കുന്നത്? പെട്രോള്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നാഫ്ത മാത്രമല്ലേ ഡൗട്ട് ഉള്ളൂ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പെട്രോൾ ആണ് എന്ന് പറയുന്നത്. ഫ്ലാഷ് പോയിന്റ് ഏറ്റവും കുറഞ്ഞ വസ്തു ഏന്ന് കേട്ട് കഴിഞ്ഞാല് പെട്രോൾ ആണല്ലേ. എന്താണ് ഫ്ലാഷ് പോയിന്റ് നിങ്ങൾക്ക് അറിയോ? എടാ, ഒരു ദ്രാവകം അതിന്റെ ഉപരിതലത്തുള്ള അല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ടിട്ട് അത് ജ്വലിക്കാൻ കണക്കിന് രൂപപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയെ പറയുന്ന പേരാണ് ഫ്ലാഷ് പോയിന്റ്. മനസ്സിലായ? അതായത് ഏത് താപനില ലഭിച്ചാലാണ് ഒരു വസ്തു ബാഷ്പീകരിക്കപ്പെട്ട് അതിന്റെ ഉപരിതലത്തിലുള്ള വായുവുമായി കൂടിച്ചേർന്നിട്ട്
പെട്ടെന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന തീ പിടിക്കുന്നത്, അതിനാവശ്യമായ താപനിലയെ പറയുന്ന പേര്, ഏറ്റവും കുറഞ്ഞ താപനിലയെ പറയുന്ന പേരാണ് ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് ഏറ്റവും കുറവ് ഫ്ലാഷ് പോയിന്റ് ഉള്ളത് പെട്രോളിനാണ്. ചിലപ്പോൾ പെട്രോളിന് നിങ്ങൾ ഗ്യാസോലിൻ എന്ന് തന്നിട്ടുണ്ടാവും കേട്ടോ. ഗ്യാസോലിൻ തന്നെയാണ് പെട്രോള്. ഗ്യാസോലിൻ എന്ന് തന്നിട്ടുണ്ടാവും കേട്ടോ. ഗ്യാസോലിൻ എന്ന് തന്നിട്ടുണ്ടാകും. പെട്രോളും ഗ്യാസോലിനും ഒന്നാണ്. -40°C ആണ് കേട്ടോ. എത്ര കുട്ടികളെ? -40°C ആണ്. ഓക്കെ, -40°C ആണ് ഏറ്റവും കുറഞ്ഞ കേട്ടാ. ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റ് ഉള്ളത് ഗ്യാസോലിൻ ആണ്. -40°C ആണ്. -40°C ആണ് കേട്ടോ. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പൊ ഈ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റ് ഉള്ളത്, ഫ്ലാഷ് പോയിന്റ് കുറയുമ്പോൾ അത് വേഗത്തിൽ കത്തും. അപ്പൊ പെട്രോളിനാണ് ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റ് എന്ന് ഓർത്തിരിക്കുക. ബാക്കിയുള്ള ഫ്ലാഷ് പോയിന്റുകൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ ഉപയോഗമൊന്നും തോന്നല്ല. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. 38 മുതൽ 72°C ആണ് മണ്ണെണ്ണയുടെ. 38 മുതൽ 72°C ആണ് മണ്ണെണ്ണയുടെ വരുന്നത്. ഓക്കെ, ഡീസലിന്റെ ചോദിക്കുകയാണെങ്കിൽ 52 മുതൽ 82°C ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അതായത് എത്ര താപനില കിട്ടിയാലാണ്, പിള്ളേർ ഇത്രയേ ഉള്ളൂ, ചോദ്യം ഇത്രയേ ഉള്ളൂ. അത് ഫ്ലാഷ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര താപനില കിട്ടിയാലാണ് അത് വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ട് അത് ജ്വലിക്കാൻ സാധ്യത്തിനുള്ള അല്ലെങ്കിൽ ജ്വലിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മിശ്രിതം രൂപപ്പെടുന്നത് വായുവിൽ എന്നതാണ് ഫ്ലാഷ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ കത്തിക്കഴിഞ്ഞാൽ ആ കത്തൽ തുടരാൻ ആവശ്യമായിട്ടുള്ള കുറഞ്ഞ താപനിലയെ പറയുന്ന പേര് ഫയർ പോയിന്റ്. എന്താ കുട്ടികളെ? ഫയർ പോയിന്റ്. കത്തിക്കഴിഞ്ഞാൽ ആ കത്തൽ തുടരാൻ ആവശ്യമായിട്ടുള്ള താപനിലയെ പറയുന്ന പേരാണ് ഫയർ പോയിന്റ്. ഓക്കെ, ബാഷ്പീകരിക്കപ്പെട്ട് വായുവുമായിട്ട് സമ്പർക്കത്തിലായി കത്താൻ ആവശ്യമായിട്ടുള്ള കുറഞ്ഞ താപനിലയെ നമ്മൾ ഫ്ലാഷ് പോയിന്റ് എന്നും, കത്തിക്കഴിഞ്ഞാൽ ആ കത്തൽ തുടരാൻ ആവശ്യമായിട്ടുള്ള കുറഞ്ഞ താപനിലയെ ഫയർ പോയിന്റ് എന്നും പറയും. ഓക്കെ അല്ലേ? കത്തുന്നത് തുടരുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ താപനില ഫയർ പോയിന്റ്, കത്താൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഫ്ലാഷ് പോയിന്റ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം അറ്റൻഡ് ചെയ്തേ. LEL എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? LEL എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? LEL നമ്മൾ നേരത്തെ ജ്വലന പരിധി പറഞ്ഞതുമായി ബന്ധപ്പെട്ട സാധനമാണ് കുട്ടികളെ. ജ്വലന പരിധി പറഞ്ഞതുമായി ബന്ധപ്പെട്ട സാധനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അതായത് മീഥൈൻ. നമ്മൾ മീഥൈൻ പറഞ്ഞു നമ്മൾ 5% വേണം. ഓക്കെ, നമ്മൾ അതുപോലെ അസറ്റോൺ പറഞ്ഞു നമ്മൾ 2.5% വേണം. അതായത് ഒരു ഫ്യൂവൽ തീ പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ, അതായത് വായുവിൽ എത്ര ശതമാനം, ഏറ്റവും കുറഞ്ഞത് എത്ര ശതമാനം ഉണ്ടായിരിക്കണം എന്നതാണ് LEL എന്ന് പറഞ്ഞത്. ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എന്ന് പറയും. എന്താ കുട്ടികളെ? ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. ഒരു കത്തുന്ന വാതകത്തിന്റെ അല്ലെങ്കിൽ ഒരു വേപ്പറിന്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടായിരിക്കണം, തീ പിടിക്കുന്നതിനായി എത്രത്തോളം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് LEL അല്ലെങ്കിൽ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മീഥൈൻ കത്താൻ ഏറ്റവും കുറഞ്ഞത് 5% വേണം, അസറ്റോൺ ഏറ്റവും കുറഞ്ഞത് 2.5% വേണം എന്നൊക്കെ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, അതുപോലെ പെട്രോൾ ഏറ്റവും കുറഞ്ഞത് 1.4% വേണം. ഓക്കെ,
LPG ആണെങ്കിൽ 2% വേണം. ഇതൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ? ഓക്കെ, അതാണ് LEL, ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. അതായത് കത്തുന്ന ഒരു വാതകമോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ കോൺസെൻട്രേഷൻ വായുവിൽ തീപിടുത്തം ഉണ്ടാകുന്നതിന് എത്ര ശതമാനം വേണം എന്നതാണ് LEL അല്ലെങ്കിൽ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ എല്ലാവർക്കും? പറ വളരെ മനസ്സിലായ? ഓക്കെ. അടുത്ത ഓംസ് ലോ പ്രകാരം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയെന്നാണ്. പൂർണ്ണരൂപം എല്ലാം പഠിച്ചോണേ, നോട്ട് എടുത്ത് എഴുതി വെച്ചോണേ. ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് ആണ് LEL. ഓംസ് ലോ പ്രകാരം താഴെ പറയുന്നതിൽ ഏതെന്നാണ് ചോദ്യം. ഓംസ് ലോ ഒക്കെ നമ്മൾ നോർമൽ PSCക്കും പഠിക്കുന്നത് തന്നെയാണ്. ഓംസ് ലോ ഏതാ പിള്ളേരെ? V = IR. ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേ. V എന്താണ്? I എന്താണ്? R എന്താണ്? V എന്താണ്? I എന്താണ്? R എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ. V എന്താണ്? I എന്താണ്? R എന്താണ്? V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്. V എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? വോൾട്ടേജ്. I എന്ന് പറഞ്ഞാൽ എന്താണ്? I എന്നാൽ എന്താണ് കുട്ടികളെ? I എന്നാൽ എന്താണ്? I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ് അല്ലേ? I എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുട്ടികളെ? കറണ്ട് ആണ്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. അല്ലെ? R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. ഓക്കെ, V = IR ആണ് ഇക്വേഷൻ. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ്, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ആണ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുട്ടികളെ? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അടുത്ത താഴെ പറയുന്നവയിൽ വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന് കാരണമാകുന്നത് ഏതെല്ലാം? വൈദ്യുതി മൂലമുള്ള തീപിടുത്തം. ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയേ കുട്ടികളെ. വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന് കാരണമാകുന്ന ഏതെല്ലാം എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഒന്ന് ഇലക്ട്രിക് ആർക്ക് എന്ന് പറയും. എന്താ പറയുക? ഇലക്ട്രിക് ആർക്ക് എന്ന് പറയും. എന്താണ് ഇലക്ട്രിക് ആർക്ക് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ആർക്ക് എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? ഇലക്ട്രിക് ആർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടു കാണും, ഈ രണ്ട് കറണ്ടുള്ള 2 വയറുകൾ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവന്ന് വിചാരിക്കുക. അത് പരസ്പരം മുട്ടിക്കാതെ തന്നെ, പരസ്പരം ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് അതിലൂടെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന കാണാൻ പറ്റും. മനസ്സിലായ? കറണ്ട് പാസ് ചെയ്യുന്ന കാണാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ആർക്ക്. നിങ്ങൾ ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, അപ്പം കാണാൻ പറ്റും. ഓക്കെ, അതായത് കറണ്ടുള്ള രണ്ട് വയറുകളെയോ മറ്റോ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പരസ്പരം ടച്ച് ചെയ്യാതെ തന്നെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ നമുക്ക് മിന്നൽ പോലെ പാസ് ചെയ്യുന്ന കാണാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ആർക്ക്. അപ്പൊ ഇലക്ട്രിക് ആർക്ക് വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന് കാരണമാകുന്നുണ്ട്. മനസ്സിലായി? ഇലക്ട്രിക് ആർക്ക് വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന് കാരണമാകുന്നുണ്ട്. വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഈ മറ്റേ ഫ്ലഗിനകത്തൊക്കെ കുത്തുന്ന സമയത്ത് ഒരു മിന്നൽ വരുന്ന കണ്ടിട്ടില്ല? ആ സാധനം തന്നെ ഇലക്ട്രിക് ആർക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഇലക്ട്രിക് ആർക്ക് വരുന്നത്. നമ്മളിപ്പം ഫ്ലഗ് കുത്താൻ സമയത്ത് നമുക്ക് പെട്ടെന്നൊരു തീ വരുമ്പോൾ കണ്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ പരസ്പരം ചേരുന്നതിന് മുമ്പ് തന്നെ. ഓക്കെ അല്ലേ? അപ്പൊ അതൊരു റീസൺ ആണ്. അതുപോലെ ഇൻസലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന കറണ്ട് പാസ് ചെയ്യുന്ന ഭാഗങ്ങൾ കവർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻസലേഷൻ തകരാറ് എന്താ കുട്ടികളെ? വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ശരിയല്ലാത്ത എർത്തിങ്. എന്താ കുട്ടികളെ? ശരിയല്ലാത്ത എർത്തിങ്ങും എന്താണ്? വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന് കാരണമാകുന്നത് 3 കാരണങ്ങളാണ്. എന്തൊക്കെയാണ്? ഇലക്ട്രിക് ആർക്ക്, ഇൻസുലേഷന്റെ തകരാറ്, ശരിയല്ലാത്ത എർത്തിങ്. അധികമുള്ള കറണ്ടിനെ ഭൂമിയിലേക്ക് നമ്മൾ വിടുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന റീസൺസ് കൊണ്ട് വൈദ്യുതി മൂലമുള്ള തീപിടുത്തം ഉണ്ടാകുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആരും കമന്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ പഠിച്ചോ. വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിന് കാരണം ഇലക്ട്രിക് ആർക്ക്, ഇൻസുലേഷന്റെ തകരാറ്, ശരിയല്ലാത്ത എർത്തിങ്. ഓക്കെ,
ഇലക്ട്രിക്കാർക്ക് ഇൻസുലേഷൻ തകരാറ്, ശരിയല്ലാത്ത എർത്തിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തെത്തിയാൽ ഏറ്റവും അപകടകാരിയായ വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ് ആൻസർ. കാർബൺ മോണോക്സൈഡ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? നമുക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഉണ്ടല്ലോ, ആ ഓക്സിജനെ നമ്മളെ ക്യാരി ചെയ്യുന്നത് നമ്മുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിൻ ആണ്. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നവന് ഓക്സിജനെക്കാളും ഇഷ്ടം ആരോടെന്നറിയോ? കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ടോക്സിനോടാണ്. മനസ്സിലായ? നമുക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജനേക്കാൾ സ്നേഹം ഹീമോഗ്ലോബിന് കാർബൺ മോണോക്സൈഡിനാണ്. അത് ചില മനുഷ്യർ അങ്ങനെയാണല്ലേ, നമ്മളെ സ്നേഹിക്കുന്ന നന്മയുള്ള മനുഷ്യരെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തിയിട്ട് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ഒരാളെ പിടിച്ച് നമ്മളെ കൂടെ അങ്ങ് നിർത്തും. മനസ്സിലായോ? അതുപോലെയാണ് നമ്മുടെ ഹീമോഗ്ലോബിന്റെ കാര്യം. ഹീമോഗ്ലോബിന് ഓക്സിജനേക്കാളും സ്നേഹം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ആ തെണ്ടിയോടാണ്. ഓക്കെ, വേറെന്തോ വാക്കിന്റെ വായിൽ വന്നു. ഓക്കെ, അപ്പൊ കാർബൺ മോണോക്സൈഡ് ആണ് ഏറ്റവും അപകടകരമായിട്ടുള്ള വാതകം എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ഒന്ന് കണ്ടുപിടിച്ച്. നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം എടുക്കാൻ പറ്റും കുട്ടികളെ. നേരത്തെ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം എടുക്കാൻ പറ്റും. സിമ്പിൾ ആണ്. രണ്ട് കാര്യം വെച്ച് എടുക്കാം. ഒന്നാമത്തത്, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ സാധാരണയായി പ്രായമായവരിലാണ് സംഭവിക്കുന്നത്. അത് നിങ്ങൾക്ക് അല്ലെന്നറിയാം. ഓക്കെ അല്ലേ? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ സാധാരണയായി പ്രായമായവരിലാണോ ഉണ്ടാകുന്നത്? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ഉണ്ടാകുന്നത് ഫ്ലെക്സിബിൾ ബോൺസ് ഉള്ളത് കൊണ്ട് കുട്ടികളിലല്ലേ? അപ്പൊ ഒന്നാമത്തത് ശരിയല്ലാത്തതല്ലേ? ഒന്നാമത്തെ ശരിയല്ലാത്തത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ നോക്കണം, നമുക്ക് ശരിയല്ലാത്തതാണ് വേണ്ടത്. നമുക്ക് ഇവിടെ നമുക്ക് ഒന്നില്ല, ഇവിടെയും ഒന്നില്ല. ഒന്നുകിൽ ബി, ഒന്ന് മാത്രം ശരിയല്ല, അല്ലെങ്കിൽ എ, ഇവയെല്ലാം ശരിയല്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഡിപ്രസ്ഡ് ഫ്രാക്ചർ നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഒന്നിലധികം അസ്ഥികൾ ഒടിയുന്നത് കമ്മ്യൂട്ടഡ് ഫ്രാക്ചർ, അത് നമ്മൾ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു എല്ലൊടിയുന്നതോടൊപ്പം ഈ ഭാഗത്തോട് ചേർന്ന ത്വക്കിൽ മുറിവുണ്ടാകുകയും ചെയ്യുന്നതിനെയാണ് കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഫ്രാക്ചർ അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുന്നത് അത് നിങ്ങൾ പഠിച്ചില്ലേ? അത് തെറ്റല്ലല്ലോ, അത് ശരിയല്ലേ പിള്ളേരെ? കോമ്പൗണ്ട് ഫ്രാക്ചർ അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചർ നമ്മൾ പഠിച്ചല്ലേ? എല്ലൊടിയുന്നതോടൊപ്പം ആ ഭാഗത്തോട് ചേർന്ന് ത്വക്കിൽ മുറിവുണ്ടാകുകയും ചെയ്യുന്നതിനെയാണ് കോമ്പൗണ്ട് ഫ്രാക്ചർ അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഇവയെല്ലാം എന്നൊരു ഓപ്ഷൻ നമുക്ക് കളയാം. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. അങ്ങനെ ഉത്തരം എടുത്തൂടെ? അങ്ങനെ ഉത്തരം എടുക്കാം. അതായത് നിങ്ങൾ ഇവിടെ രണ്ട് ഫ്രാക്ചറും കൂടെ ഇവിടെ പഠിക്കാൻ പോവുകയാണ്. ഡിപ്രസ്ഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ തലയോട്ടിയിൽ സംഭവിക്കുന്ന പൊട്ടലിനെയാണ് ഡിപ്രസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. തലയോട്ടിൽ സംഭവിക്കുന്ന പൊട്ടലിനെയാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ ഡിപ്രസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ഫ്രാക്ചർ, രണ്ടിലധികം കഷ്ണങ്ങളായി ഒരു എല്ല് ഒടിയുന്നതിനെയാണ് കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. എന്താ കുട്ടികളെ? കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. രണ്ടിലധികം കഷ്ണങ്ങളായിട്ട് ഒരു എല്ല് ഒടിയുന്നതിനെയാണ് കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു ഭാഗം മാത്രം ഒടിയുന്നത്, കുട്ടികളിൽ കാണപ്പെടുന്നതാണ്. ഡിപ്രസ്ഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ തലയോട്ടിയിൽ സംഭവിക്കുന്നതാണ്. ഡിപ്രഷൻ വേണ്ട തലയിൽ നോർത്താൽ മതി. ഓക്കെ, ഡിപ്രഷൻ വേണം തലയിൽ. അപ്പൊ ഡിപ്രസ്ഡ് ഫ്രാക്ചർ തലയോട്ടിയിൽ സംഭവിക്കുന്നു. രണ്ടിലധികം കഷ്ണങ്ങളായി ഒരു എല്ല് ഒടിയുന്നതിനെയാണ് കമ്മിന്യൂട്ടഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഒരു എല്ല് ഒടിയുകയും നമ്മൾ പറഞ്ഞത് കോമ്പൗണ്ട് ഫ്രാക്ചർ അല്ലെങ്കിൽ ഓപ്പൺ ഫ്രാക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ സമയം കളയണ്ട. സെറ്റ് അല്ലേ? സെറ്റാണ്.
അറ്റൻഡ് ചെയ്തേ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ പിള്ളേരെ, ഫ്രോസ്റ്റ് ബൈറ്റും കോൾഡ് ബേൺസും ഒന്നാണ് അല്ലേ? ഒരേ അർത്ഥം വരുന്നവയല്ലേ വേണ്ടത്? ഫ്രോസ്റ്റ് ബൈറ്റും കോൾഡ് ബേൺസും ഒന്നാണ്. തണുപ്പ് കൊണ്ടുണ്ടാവുന്ന അമിതമായ തണുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ നശിക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഫ്രോസ്റ്റ് ബൈറ്റ് അല്ലെങ്കിൽ കോൾഡ് ബേൺ എന്ന് പറയുന്നത്. അപ്പം 2ഉം 4ഉം ഒരേ മീനിങ് ആണ്. 2ഉം 4ഉം ഒരേ മീനിങ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഇനി സ്കാൾഡ് എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? സ്കാൾഡ്, വാട്ട് ഈസ് സ്കാൾഡ്? ഹെലൻ സിനിമ നിങ്ങൾ മറ്റേ ഇവളുടെ അന്നാ ബെന്നിന്റെ ഹെലൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന ഫ്രോസ്റ്റ് ബൈറ്റും കോൾഡ് ബേൺസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ഭീകരമായ കണ്ടീഷനാണ്. ചില ആൾക്കാരുടെ വിരലൊക്കെ മുറിച്ച് കളയേണ്ടി വരും, കാലൊക്കെ മുറിച്ച് കളയേണ്ടി വരുന്ന കണ്ടീഷനാണ് ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത്. അത് സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, അതൊരു നിസ്സാര കാര്യമല്ല ഈ പറയുന്ന ഫ്രോസ്റ്റ് ബൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ കോൾഡ് ബേൺ ആയാലും. നിങ്ങൾ സ്കാൾഡ് പറഞ്ഞേ. സ്കാൾഡ്, വാട്ട് ഈസ് സ്കാൾഡ്? വാട്ട് ഈസ് സ്കാൾഡ്? സ്കാൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഠിച്ചോ. സ്കാൾഡ് അറിയില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോ. നീരാവി കൊണ്ടോ തിളച്ച വെള്ളം കൊണ്ടോ ഉണ്ടാകുന്ന പൊള്ളൽ. നീരാവി കൊണ്ടോ തിളച്ച വെള്ളം കൊണ്ടോ ഉണ്ടാകുന്ന പൊള്ളലിനെയാണ് സ്കാൾഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്കാൾഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നീരാവി കൊണ്ടോ തിളച്ച വെള്ളം കൊണ്ടോ ഉണ്ടാകുന്ന പൊള്ളലിനെയാണ് സ്കാൾഡ്. ഒരു സെക്കൻഡ്, ഷമീ പറഞ്ഞു. എടുത്തു, അത് അവിടെ താഴെ ഇരിപ്പുണ്ട്. എടുത്തു, കുഴപ്പമില്ല. ശരി, ഓക്കെ. പിള്ളേരെ, അപ്പം സ്കാൾഡ് നീരാവി കൊണ്ട് തിളച്ച വെള്ളം കൊണ്ട് ഉണ്ടാകുന്നതാണ് സ്കാൾഡ്. ഇവിടെ ആസിഡ് ബേൺസ് ഇവിടെ കാണാം. ആസിഡ് ബേൺസ് എന്ന് വെച്ചാൽ എന്താണ്? ആസിഡ് ബേൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡോ അല്ലെങ്കിൽ രാസവസ്തുക്കൾ കൊണ്ടോ ഉണ്ടാകുന്നതാണ്. ആസിഡോ അല്ലെങ്കിൽ രാസവസ്തുക്കളോ കൊണ്ടുണ്ടാകുന്നതാണ് ഏത് കുട്ടികളെ? ആസിഡ് ബേൺസ് എന്ന് പറയുന്നത് അല്ലേ? ആസിഡോ രാസവസ്തുക്കളോ കൊണ്ടുണ്ടാകുന്നതാണ് ആസിഡ് ബേൺസ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ഓക്സിജനെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന മാർഗം. നമ്മൾ പറഞ്ഞു. കമന്റ് ചെയ്തേ. ഓക്സിജനെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന മാർഗം ഒന്ന് കമന്റ് ചെയ്തേ. ഓക്സിജനെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന മാർഗമാണ് സ്മോദറിങ്, ബ്ലാങ്കറ്റിംഗ്. രണ്ടും ഒന്നാണ്. സ്മോദറിങ്, ബ്ലാങ്കറ്റിംഗ് രണ്ടും ഒന്നാണ്. ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ. സി എൻ ജിയുടെ പ്രധാന ഘടകം ഏതാ കുട്ടികളെ? സി എൻ ജിയിലെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ഉത്തരം കമന്റ് ചെയ്തേ. സി എൻ ജിയിലെ പ്രധാന ഘടകം മീതെയിൻ ആണ്. എൽ പി ജിയിലെ പ്രധാന ഘടകങ്ങൾ പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ് അല്ലേ? സി എൻ ജിയിലാണെങ്കിൽ മീതെയിൻ ആണ്. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലാണെങ്കിൽ പ്രധാന ഘടകം മീതെയിൻ ആണ്. എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലാണെങ്കിൽ പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ് പ്രധാന ഘടകങ്ങൾ. ഓക്കെ, അടുത്ത് CPR എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? CPR നമ്മൾ ഓൾറെഡി ചെയ്തു. CPR ഏതാ കുട്ടികളെ? CPR കാർഡിയോ പൾമണറി റെസ്പിറേഷൻ എന്നതാണ് അല്ലേ? എന്നതാണ് CPRന്റെ പൂർണ്ണരൂപം. കാർഡിയോ പൾമണറി റെസ്പിറേഷൻ. ഓക്കെ അല്ലേ? എടാ, നമ്മൾ CPR കൊടുക്കുമ്പോൾ നോർമലി നമ്മൾ CPR കൊടുക്കേണ്ടത് എത്ര പ്രസ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ CPR കൊടുക്കുന്നത്? CPR നമ്മളിങ്ങനെ നെഞ്ചിൽ നമ്മളിങ്ങനെ അമർത്തുകയും അതോടൊപ്പം ശ്വാസം കൊടുക്കുകയും ചെയ്യും. എത്ര പ്രസ് എത്ര ശ്വാസം? അതിനൊരു കണക്കുണ്ട്, ഒന്ന് പറയോ? 30:2 ആണ് അതിന്റെ അംശം എന്ന് കേട്ടോ. അനുപാതം 30:2 ആണ്. 30:2 ആണ്. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അടുത്ത എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത് ഏതാണ്? പറഞ്ഞേ. എമർജൻസി ഹോർമോൺ ഈസി ക്വസ്റ്റ്യൻ ആണ്. എമർജൻസി ഹോർമോൺ ഏതറേ? എമർജൻസി ഹോർമോൺ അഡ്രിനാലിൻ അല്ലേ? അഡ്രിനാലിനാണ് എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അഡ്രിനാലിൻ. ഓക്കെ,
അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനം? ഈസി ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനം എന്നാണ് ചോദ്യം. അന്തരീക്ഷ വായുവിൽ എത്ര ശതമാനം ഓക്സിജൻ? 21% ഓക്സിജൻ. 21%. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിന്റെ അളവ്, ഇത് ഞാൻ നിന്നെയൊക്കെ ഇത് വെച്ച് പഠിപ്പിച്ചതാണ്. യൂട്യൂബിൽ ഉൾപ്പെടെ ഞാൻ ക്ലാസ് ഇട്ട് തന്നതാണിത്. സാധാരണയായി നമ്മൾ ശ്വസിക്കുമ്പോഴോ പുറത്തേക്കോ അകത്തേക്കോ എടുക്കുന്ന വായുവിന്റെ അളവ് എന്തെന്നാണ് ചോദ്യം. ടൈഡൽ വോളിയം അല്ലെങ്കിൽ ശ്വസന വ്യാപ്തം എന്നതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ടൈഡൽ വോളിയം അല്ലെങ്കിൽ ശ്വസന വ്യാപ്തം. ക്ലിയർ ആണ്? ശരി, അപ്പം ഈ ടൈഡൽ വോളിയം അല്ലെങ്കിൽ ശ്വസന വ്യാപ്തം എത്രയെന്നൊന്ന് കമന്റ് ചെയ്തേ. അത് നമ്മൾ പഠിപ്പിച്ചതാണല്ലോ. ടൈഡൽ വോളിയം അല്ലെങ്കിൽ ശ്വസന വ്യാപ്തം 1.5 ലിറ്റർ ആണ് ശ്രീനാഥേ. ടൈഡൽ വോളിയം അല്ലെങ്കിൽ ശ്വസന വ്യാപ്തം 500 ml ആണ് കേട്ടോ. 500 ml ആണ് ടൈഡൽ വോളിയം അല്ലെങ്കിൽ ശ്വസന വ്യാപ്തം. എത്രയാണ്? 500 ml. 500 ml ആണ് കേട്ടോ. 500 ml ആണ്. തെറ്റിക്കല്ലേ? അറിഞ്ഞുകൊണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കണ്ടിട്ട് പോകണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ടൈഡൽ വോളിയം കേട്ടോ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശരി, രക്തം കട്ട പിടിക്കുന്നതിന് മറ്റേ റാങ്ക് മേക്കിംഗ് ബയോളജി ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ കേട്ടോ. അവൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ് തോന്നുന്നത്. രക്തം കട്ട പിടിക്കുന്ന സഹായിക്കുന്ന വിറ്റാമിൻ, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഏതാ കുട്ടികൾ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ കെ ആണല്ലേ. വിറ്റാമിൻ കെ, ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചിട്ടുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചിട്ടുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് കുട്ടികൾ ചൈൽഡ് പോണോഗ്രഫി 67B നമ്മൾ CPയുടെ നന്നായിട്ട് റിവിഷൻ ചെയ്തു ടോപ്പിക്ക്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമപരമായ അധികാരം ഉപയോഗിച്ച് അനുമതിയില്ലാത്ത ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡേറ്റയിലേക്ക് കടന്നു കയറുകയും അത് മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്നതിനുള്ള ശിക്ഷ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? നിയമപരമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് ഡേറ്റയിലുള്ള കടന്നുകയറ്റം, അതും നമ്മൾ പഠിച്ചതാണ്. ഏതിലാ കുട്ടികളെ? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 72. കറക്റ്റ് ആണ്, സെക്ഷൻ 72. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? സെക്ഷൻ 72. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 72 നിയമപരമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡേറ്റയിലേക്കുള്ള കടന്നു കയറുന്നതും അത് മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്ന ശിക്ഷ പറയുന്നത് സെക്ഷൻ 72ലാണ്. സെക്ഷൻ 72ലാണ്. ഓക്കെ, 2 സെറ്റ് കംപ്ലീറ്റ് ആയി. നമ്മൾ 3ാമത്തെ സെറ്റിലേക്ക് പോകുന്നു. ഓക്കെ, പെട്ടെന്ന് കഴിയും. ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്തേക്കും. അത്രേ ഉള്ളൂ. കൂളായിട്ട് ചെയ്തു പോകും നിങ്ങൾ. ചെയ്തേ. ക്ലാസ് സി. ക്ലാസ് സി. ക്ലാസ് സി ഏതാ? ക്ലാസ് സി വരുന്നേ. ക്ലാസ് സി. ക്ലാസ് സി. അനു ശ്രദ്ധിച്ച് ചെയ്. സി ആകുമ്പോൾ വാതകം. സി ആകുമ്പം വാതകം, ജ്വലന സ്വഭാവമുള്ള വാതകങ്ങൾ ഉണ്ടാകുന്ന തീപിടുത്തം. 1ാമത്തെ. അപ്പൊ 1 മാത്രം എന്ന് പറയുമ്പോൾ ഏത് വരും ആൻസർ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. 1 മാത്രം. 1 മാത്രം. ഗ്യാസസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ജ്വലനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണെന്നാണ്. ജ്വലനത്തിന്റെ നിലനിൽപ്പ് ജ്വലന സ്വഭാവമുള്ള വസ്തുവിന്റെയും ഓക്സിജന്റെയും ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. ജ്വലനം ഒരു താപമോചക രാസപ്രവർത്തനമാണ്. ഒരു വസ്തു ഓക്സിജനുമായി സംയോജിച്ച് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് ജ്വലനം. ജ്വലനത്തിന്റെ നിലനിൽപ്പ് ജ്വലന സ്വഭാവമുള്ള വസ്തുവിന്റെയും ഓക്സിജന്റെയും ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. ജ്വലനത്തിന്റെ നിലനിൽപ്പ് ജ്വലന സ്വഭാവമുള്ള വസ്തുവിന്റെയും ഓക്സിജന്റെയും ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. വേണ്ടേ? ജ്വലന സ്വഭാവമുള്ള വസ്തു വേണ്ടേ? ഫ്യുവൽ വേണ്ടേ? ഓക്സിജൻ വേണ്ടേടാ. ജ്വലന സ്വഭാവമുള്ള വസ്തു, അതാണ് ഫ്യുവൽ.
ഓക്സിജൻ വേണ്ടേ? ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ ശരിയാണ്. ഓക്കെ, ഇനി അപ്പൊ ഒന്നാമത്തെ ശരിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നോക്കാം, ഇവിടെ നമുക്കില്ല. ഓക്കെ, ഡിയിലും ഇല്ല. ഓക്കെ, പക്ഷെ ഈ പോയിന്റ് നമ്മൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ അല്ലെ. ജ്വലനം ഒരു താപമോചക രാസപ്രവർത്തനമാണ്. ഇവിടെ ജ്വലിക്കുമ്പോൾ താപം പുറത്തേക്ക് വരുന്നില്ലേ? ജ്വലനം ഒരു താപമോചക രാസപ്രവർത്തനമാണ്. ശരിയാണ്. ഒരു വസ്തു ഓക്സിജനുമായി സംയോജിച്ച് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് ജ്വലനം. അതും ശരിയാണ്. സിമ്പിൾ പരിപാടിയാണ് പിള്ളേരെ. ജ്വലനത്തിന്റെ നിലനിൽപ്പ് ജ്വലന സ്വഭാവമുള്ള വസ്തുവിന്റെയും ഓക്സിജന്റെയും ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. ജ്വലനം ഒരു താപമോചക രാസപ്രവർത്തനമാണ്. ഒരു വസ്തു ഓക്സിജനുമായി സംയോജിച്ച് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് ഏത്? ജ്വലനം. അതായത് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, എല്ലാ പോയിന്റും മനസ്സിലായല്ലോ? എല്ലാ പോയിന്റും മനസ്സിലായല്ലോ? ഓക്കെ, ഒരു വസ്തു ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ്, സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് എ അല്ല പിള്ളേരെ. എ എന്താ നമ്മൾ പറഞ്ഞ? ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അന്തരീക്ഷത്തില് ബാഷ്പീകരിക്കപ്പെട്ട് ജ്വലനം സംഭവിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ ഊഷ്മാവാണ്. ഇത് ചോദ്യം വേറെയാണ്. ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ, ഒരു ജ്വലന സ്രോതസ് ഇല്ലാതെ തന്നെ സ്വയം കത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. എന്താ കുട്ടികളെ? ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. എന്താണ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നു? ആ ഒരു പോയിന്റ് ഒന്ന് വായിച്ച് പഠിച്ചേ നിങ്ങൾ. അത് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ഓക്കെ, ക്ലിയർ ആണ്. ഈ ഇഗ്നീഷൻ ടെമ്പറേച്ചറിന്റെ മലയാളം ചോദിക്കും. ആർക്ക് പറയാം ഇഗ്നീഷൻ ടെമ്പറേച്ചറിന്റെ മലയാളം? ഇഗ്നീഷൻ ടെമ്പറേച്ചറിന്റെ മലയാളം ചോദിക്കും. ജ്വലന താപനില എന്നാണ് കേട്ടോ. എന്താ പിള്ളേരെ? ജ്വലന താപനില. ജ്വലന താപനില. ഇഗ്നീഷൻ ടെമ്പറേച്ചറിന്റെ മലയാളമാണ് ജ്വലന താപനില. മനസ്സിലായ? എടാ, അതായത് ഈ ഫ്ലാഷ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു ദ്രാവകം അതിൻ്റെ ഉപരിതലത്തിനടുത്തുള്ള വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ടിട്ട് അതൊരു ജ്വലന മിശ്രിതമായിട്ട് രൂപപ്പെടണം, അല്ലെങ്കിൽ ജ്വലനം സംഭവിക്കാൻ കണക്കിനുള്ള ഒരു മിശ്രിതമായിട്ട് രൂപപ്പെടുകയാണ്. കാരണം ഓക്സിജനുമായിട്ട് ഇപ്പം കത്താൻ കഴിവുള്ള ഒരു ദ്രാവകം അതിൽ വായുവിൽ ബാഷ്പീകരിക്കപ്പെട്ടിട്ട്, ഓക്സിജൻ ബാഷ്പീകരിക്കപ്പെട്ടിട്ട് ഏത് താപനിലയിൽ കത്തും എന്നതാണ് ഏത് പറയുന്നത്, അല്ലെങ്കിൽ കത്താൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഫ്ലാഷ് പോയിന്റ്. ഒരു ജ്വലന സ്രോതസ്സിന്റെ ആവശ്യമില്ലാതെ സ്വയം കത്തുന്നതിന് ആവശ്യമായ താപനിലയെ പറയുന്നത് ഓക്കെ എന്താണ്? ജ്വലന താപനില. എന്താ കുട്ടികളെ? ജ്വലന താപനില. ഒരു സെക്കൻഡ്. എടാ, ജ്വലന സ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ അന്തരീക്ഷ താപനിലയിൽ തന്നെ കത്തുന്ന വസ്തുക്കളുണ്ട്. ഓക്കെ, അതിന് നമ്മൾ എന്ത് പറയും? എന്തോ ഒരു വാക്ക് പറയും, പൈറോഫോറിക്, അങ്ങനെ എന്തൊരു വാക്ക് പറയും. ഓക്കെ, ഓക്സിജൻ വേണം, പക്ഷെ ഒരു ജ്വലന സ്രോതസ്സിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളെ പെട്രോൾ ഈ പറയുന്ന നമ്മൾ പെട്രോൾ തുറന്നു വെച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തീ കത്തോ പിള്ളേരെ? പെട്രോൾ നമ്മൾ തുറന്നു വെച്ചാൽ തീ കത്തോ? അപ്പൊ അവിടെ സ്പാർക്ക് ഉണ്ടാവണ്ടേ? എന്തെങ്കിലും ഒരു തീയുടെയോ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ മാത്രമല്ല തീ കത്തത്തുള്ളൂ. ഇവിടെ ജ്വലന സ്രോതസ്സിന്റെ ആവശ്യമില്ല, ഒരു തീയുടെ ആവശ്യമില്ല. മനസ്സിലായ? ഒരു തീയുടെ ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ സ്പാർക്കിന്റെ ആവശ്യമില്ലാതെ സ്വയം കത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കുറഞ്ഞ ഊഷ്മാവിനെയാണ് എന്ത് പറയുന്നത്? ഓക്കെ അനു, -40 പെട്രോള് കത്താൻ തയ്യാറായി നിൽക്കും. മനസ്സിലായ? -40°C പോലും പെട്രോൾ കത്താൻ തയ്യാറായി നിൽക്കും. അന്തരീക്ഷ വായുവുമായിട്ട്
ഇവാപറേഷൻ സംഭവിച്ചിട്ട്. ആ സമയത്ത് ഒരു ജ്വലന സ്രോതസ് കിട്ടിക്കഴിഞ്ഞാൽ കത്തുമെന്നാണ് പറയുന്നത്. -40 പോലും പെട്രോൾ കത്താൻ തയ്യാറാണ്. ഓക്കെ, അതാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്വലന സ്രോതസ്സിന്റെ ആവശ്യമില്ല. ഓക്കെ, ആവശ്യമില്ലാതെ സ്വയം കത്തും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഉത്പാദനം എന്ന പ്രക്രിയ ചുവടെ ചേർക്കുന്ന ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കുന്നത്? പറഞ്ഞേ. ഉത്പാദനം സംഭവിക്കുന്നത് ഏത് പദാർത്ഥത്തിൽ എന്നാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഉത്പാദനം എവിടെ സംഭവിക്കുന്നത്? കർപ്പൂരത്തിലല്ലേ? കർപ്പൂരത്തിലാണ്. താഴെ പറയുന്നവയിൽ ഏത് അവസ്ഥയിലാണ് സംവഹനം പ്രധാനമായും നടക്കുന്നത്? കൺവെക്ഷൻ പ്രധാനമായും നടക്കുന്നത് ഏത് അവസ്ഥയിൽ എന്നാണ് ചോദ്യം. കൺവെക്ഷൻ, സംവഹനം. ശൂന്യത. പിള്ളേരെ, ഖരവസ്തുക്കളിൽ നടക്കുന്നത് ചാലനമാണ്, കണ്ടക്ഷനാണ് അല്ലേ? ഖരവസ്തുക്കളിൽ നടക്കുന്നത് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷനാണ്. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും നടക്കുന്നതാണ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. ഓക്കെ, സംഭവിക്കാത്തതെന്നാണ്. സോറി കുട്ടില്ല, സംഭവിക്കാത്തയാണല്ലേ? സോറി. ഓക്കെ. ഉത്പാദനം, സബ്ലിമേഷൻ എന്ന പ്രക്രിയ ചുവടെ ചേർക്കുന്ന ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത്? സോറി. ഓക്കെ, ഏതാ പിള്ളേരെ ഉത്പാദനം സംഭവിക്കാത്തത്? കൊല്ലല്ലേ, മാമനോടൊന്നും തോന്നല്ലേ? പിള്ളേരെ, സോഡിയം ക്ലോറൈഡ് ഉപ്പാണ്. ഉപ്പിൽ സംഭവിക്കുമോ? ഓക്കെ, ഉപ്പിൽ സംഭവിക്കുമോ? സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ ഉപ്പാണ്. എ ഓർ ബി വേണ്ട. ഉപ്പ് ഈ പറയുന്ന പോലെ ഇതായി മാറോ? ഖരത്തിൽ നിന്ന് നേരിട്ട് വാതകമായി മാറോ? ഇല്ല. ഓക്കെ, അപ്പൊ ഉപ്പാണ് ആൻസർ. സോറി, ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഡ്രൈ ഐസ്, അയഡിൻ, കർപ്പൂരം ഇതെല്ലാം സബ്ലിമേഷൻ സംഭവിക്കും കേട്ടോ. എന്റെ മിസ്റ്റേക്ക് ആണ്. ഡ്രൈ ഐസ്, അയഡിൻ, കർപ്പൂരം ഇതെല്ലാം എന്താണ് കുട്ടികളെ? സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനം സംഭവിക്കും. സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പിൽ സംഭവിക്കില്ല കേട്ടോ. ഓക്കെ. ഇനി വീണ്ടും ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്നത് സംവഹനമാണ്. ഓക്കെ അല്ലേ? അതുപോലെ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന വീണ്ടും തെറ്റി, ചാലനമാണ്. ഖരപദാർത്ഥത്തിൽ സംഭവിക്കുന്ന ചാലനമാണ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും സംഭവിക്കുന്നത് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ ആണ്. ശൂന്യതയിൽ സംഭവിക്കുന്നത് വികിരണം. ഓക്കെ. ഖരപദാർത്ഥങ്ങളിൽ ചാലനം, കണ്ടക്ഷൻ. അല്ലെങ്കിൽ കണ്ടക്ഷൻ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നമ്മൾ കോമൺ ആയിട്ട് അതിനെ ഫ്ലൂയിഡ്സ് എന്ന് പറയും, ദ്രവങ്ങൾ എന്ന് പറയും. മനസ്സിലായ? ദ്രാവകങ്ങളും വാതകങ്ങളും നമ്മൾ അതിനെ കോമൺ ആയിട്ട് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ദ്രവങ്ങൾ എന്ന് പറയും. അതിൽ സംഭവിക്കുന്നത് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. ശൂന്യതയിൽ സംഭവിക്കുന്നത് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. ഓക്കെ അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇവിടെ നമുക്ക് സംവഹനം കൺവെക്ഷൻ പ്രധാനമായും സംഭവിക്കുന്നത് ഏതിലെന്നാണ് ചോദ്യം. അത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ് അല്ലേ? ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ് സംവഹനം സംഭവിക്കുന്നത്. ദ്രാവകങ്ങളിലും എന്ത് സംഭവിക്കുന്നത് കുട്ടികളെ? സംവഹനം സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ദ്രവരൂപത്തിലുള്ള അമോണിയ കൊണ്ടുപോകുന്ന ടാങ്കറുകളിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ട UN നമ്പർ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ദ്രവരൂപത്തിലുള്ള അമോണിയ കൊണ്ടുപോകുന്ന ടാങ്കറുകളിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ട UN നമ്പർ ഏതെന്നാണ് ചോദ്യം. കമന്റ് ചെയ്തേ. ആർക്ക് പറയാം? കാണുന്നില്ലേ? കാണാത്തവരൊന്ന് ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്താൽ മതിയേ കേട്ടോ. കാണാത്തവരൊന്ന് ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്താൽ മതി.
ഒരു പ്രശ്നമില്ല. അറിയത്തില്ല ആർക്കും? UN നമ്പർ അറിയത്തില്ല? പിള്ളേരെ ഞാൻ പറഞ്ഞുതരാം. സി അഭിനന്ദ് ആരായാലും അവൻ അത്യാവശ്യം സ്പെഷ്യൽ ടോപ്പിക് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ സി UN 1005 ആണ്. UN 1005 ആണ് പിള്ളേരെ ആൻസർ. UN 1005 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കിയൂടെ പഠിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. 1075 പറ. UN 1075 എന്താണ്? UN 1075 എന്ത് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കണം? UN 1075 എന്ത് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കണം? സൗണ്ടേ. ഓക്കെ, UN 1075 പിള്ളേരെ LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG കൊണ്ടുപോകുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ട UN നമ്പറാണ് UN 1075. UN 1075. ഓക്കെ അല്ലേ? ഇനി അടുത്ത് UN 1098 എന്താ പിള്ളേരെ? UN 1098 എന്താണ്? UN 1098 എന്താണ്? UN 1098 പറഞ്ഞേ. UN 1098 അറിയത്തില്ല പിള്ളേരെ? അലൈൻ ആൽക്കഹോൾ എന്താണ്? അലൈൻ ആൽക്കഹോൾ കേട്ടോ. അലൈൻ ആൽക്കഹോൾ ആണ്. അലൈൻ ആൽക്കഹോൾ കൊണ്ടുപോകുന്ന ടാങ്കറുകളിൽ സൂചിപ്പിക്കേണ്ടതാണ് UN 1098. ഓക്കെ, ഇനി UN 2031 കൂടെ ഒന്ന് പറഞ്ഞേ. UN 2031 പറഞ്ഞേ. 2031 പിള്ളേരെ ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിലൂടെയാണ് അത് നിർമ്മിക്കുന്നത്. എന്താണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിലൂടെ നിർമ്മിക്കുന്ന? ഓസ്റ്റ്വാൾഡ് പ്രോസസ് നിർമ്മിക്കുന്ന സാധനം ഏതാണ്? നൈട്രിക് ആസിഡ് അല്ലേ? നൈട്രിക് ആസിഡ് കൊണ്ടുപോകുന്ന വാഹനങ്ങളിലാണ് UN 2031 കേട്ടോ. UN 2031. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഞാൻ ഇതിന്റെ നോട്ടിന്റെ കൂടെ കുറച്ച് UN നമ്പർ ഇവിടെ ഇട്ടിരിക്കാം. പ്രധാനമായിട്ടും ചോദിക്കുന്ന ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പഠിച്ചോണം കേട്ടോ. ഞാൻ കുറച്ച് UN നമ്പർ ഇവിടെ ഇട്ടിരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മൾട്ടിപർപ്പസ് ABC ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതെന്നാണ്? മൾട്ടിപർപ്പസ് ABC ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതെന്നാണ് ചോദ്യം. ഉത്തരം കമന്റ് ചെയ്യാം. പിള്ളേരെ ABC ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ ഉപയോഗിക്കുന്നത് അത് സ്ഥിരം ചോദ്യമാണ്. മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ. മൾട്ടിപർപ്പസ് ABC ടൈപ്പ് ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതായിട്ട് മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. അത് ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് പഠിച്ചു കേട്ടോ. ഓക്കെ, അടുത്ത് DCP ഡ്രൈ കെമിക്കൽ പൗഡർ ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ പൗഡർ പുറത്തേക്ക് തള്ളുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം താഴെ പറയുന്നതിൽ ഏതാണ്? ഓക്കെ, DCP എന്ന് വെച്ചാൽ ഡ്രൈ കെമിക്കൽ പൗഡർ ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ പൗഡർ പുറത്തേക്ക് തള്ളുന്നതിനായി ഉപയോഗിക്കുന്ന വാതകം ഏതെന്നാണ് കുട്ടികളെ ചോദ്യം. കമന്റ് ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ നമ്മുടെ DCP അല്ലെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡർ നമ്മൾ അത് ഉപയോഗിക്കുന്ന എക്സ്റ്റിംഗ്വിഷറിൽ ഈ പറയുന്ന പൗഡർ പുറത്തേക്ക് തള്ളുന്നതിനായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്ന വാതകം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപം. ഈസി ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള താപത്തിന്റെ അളവ് ഒന്ന് കമന്റ് ചെയ്തേ.
നമ്മളതിനെ വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും അല്ലെ. വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. ഓക്കെ. അടുത്ത MSDS. നമ്മളെ മുമ്പത്തെ ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ MSDS ഒക്കെ എത്ര തവണ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. MSDS. ഓക്കെ, MSDS എന്ന് കമന്റ് ചെയ്തേ. MSDSന്റെ പൂർണ്ണരൂപം താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ചോദ്യം. MSDS ഏതാ കുട്ടികളെ? MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റ്. അഭിനന്ദന തെറ്റിയ ചെറുക്കനെ ഞാനൊന്ന് അഭിനന്ദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാം. ഓക്കെ, കുഴപ്പമില്ല, ഇന്നത്തേക്ക് മാത്രം, നാളെ നീ പറഞ്ഞു നിൽക്കും കേട്ടോ. ഓക്കെ, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റ് എന്നതാണ്, മറക്കരുത്. MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റ്. ഫുള്ള് വായിച്ചിട്ട് എഴുതണം. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റ് എന്നാണ് കേട്ടോ. ശ്വാസം സാധാരണ രീതിയിൽ പ്രതികരിക്കാത്ത ഒരു മുതിർന്ന വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ശ്വാസം സാധാരണ രീതിയിൽ പ്രതികരിക്കാത്ത ഒരു മുതിർന്ന വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്നാണ് ചോദ്യം. പൾസ് നോക്കാനൊക്കെ എല്ലാവർക്കും അറിയോടെ? പൾസ് നോക്കാനൊക്കെ എല്ലാവർക്കും അറിയോ? നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മൾ സാധാരണ ഇങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ ചേട്ടാ 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 എന്ന് വിളിക്കുകയല്ലേ ചെയ്യണത്. ഓക്കെ, തോളിൽ തട്ടി ഉറക്കെ വിളിച്ച് പ്രതികരണം പരിശോധിക്കുക. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, വിളിക്കുക. തോളിൽ തട്ടി ഉറക്കെ വിളിച്ച് പ്രതികരണം പരിശോധിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അത് കണ്ടപ്പോൾ അത് പലരും ചിന്തിച്ചു, ഒരിക്കലും ഇതായിരിക്കൂല. ഓപ്ഷൻ സി ഒരിക്കലും ആയിരിക്കൂല. CPR ആരംഭിക്കുക, പൾസ് പരിശോധിക്കുക, അല്ലെങ്കിൽ ട്യൂ റെസ്ക്യൂ ബ്രീത്ത് നൽകുക, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചത്. ഇതായിരിക്കും വിചാരിച്ചില്ല. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ആളുടെ പ്രതികരണം ഉണ്ടോ നോക്കുക. ഓക്കെ അല്ലേ? ശരി. നിലവിൽ AHA മാർഗനിർദ്ദേശ പ്രകാരം ഒരു രക്ഷകൻ ചെയ്യുന്ന മുതിർന്നവരുടെ CPRൽ നെഞ്ചമർത്തലും ശ്വാസവും തമ്മിലുള്ള അനുപാതം എത്രയാണ്? നെഞ്ചമർത്തലും ശ്വാസവും തമ്മിലുള്ള അനുപാതം എത്രയെന്നാണ്? 30 നെഞ്ചമർത്തലിന് 2 ശ്വാസം എണ്ണിക്കൊണ്ട് തന്നെ ചെയ്യണം. 30 നെഞ്ചമർത്തലിന് 2 ശ്വാസം. ഇത് ചോദിക്കും കേട്ടോ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 30 നെഞ്ചമർത്തലിന് 2 ശ്വാസം കേട്ടോ. ഓക്കെ. ഹൃദയസ്തംഭനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് AED. നമ്മൾ വീണ്ടും ചെയ്യുന്നു. എല്ലാ പരീക്ഷയ്ക്കും AED വരുന്നുണ്ട്. ഓക്കെ, AED നമ്മൾ നേരത്തെ പറഞ്ഞു. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്നതാണ് AEDയുടെ പൂർണ്ണരൂപം. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ എന്നതാണ് AEDയുടെ പൂർണ്ണരൂപം അല്ലേ? ഓക്കെ. അടുത്ത ഹെയ്ലിംഗ് മാനുവർ അഥവാ അബ്ഡോമിനൽ ത്രെഡ്സ് ഏത് അടിയന്തരാവസ്ഥയ്ക്കുള്ള ശരിയായ പ്രഥമ ശുശ്രൂഷയാണ്? പറട്ടെ. എന്താണ് ഈ അബ്ഡോമിനൽ ത്രസ്റ്റ് എന്നറിയോ നിങ്ങൾക്ക്? അബ്ഡോമിനൽ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ കുട്ടികളെ? നമ്മളിങ്ങനെ ആളുടെ വയറിൽ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കുടയുന്നതിനെയാണ് അബ്ഡോമിനൽ ത്രസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഓക്കെ. ചോക്കിംഗ്, അതായത് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് ആഹാരം കിടക്കുന്ന സമയത്ത് മുതിർന്ന വ്യക്തിയുടെ ഗുരുതരമായ ശ്വാസതടസ്സം. ഓക്കെ, ബോധമുള്ള മുതിർന്ന വ്യക്തിയുടെ ഗുരുതരമായ ശ്വാസതടസ്സം, അതായത് അയാളുടെ ഈ പറയുന്ന ശ്വാസനാളത്തിൽ ട്രക്കിയയിൽ ഫുഡോ എന്തെങ്കിലും കടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ നൽകുന്ന ആ ഒരു രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയുന്നത് കുട്ടികളെ അബ്ഡോമിനൽ ത്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ആളുടെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആളെ ഇങ്ങനെ കുടയും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ് കേട്ടോ. ശരി, അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. വിഷമുള്ള പാമ്പ് കടിയേറ്റാൽ ശരിയായ പ്രഥമ ശുശ്രൂഷ ഏതാണ്? വിഷമുള്ള പാമ്പ് കടിയേറ്റാൽ കമന്റ് ചെയ്തേ. വിഷമുള്ള പാമ്പ് കടിയേറ്റാൽ ഹെയ്ലിംഗ് മാനുവർ, അത് ചിലപ്പോൾ ചോദിക്കും കേട്ടോ, വാക്കുകളൊക്കെ നോക്കി വെച്ചോണേ.
കടിച്ച ഭാഗം മുറിച്ച് വിഷം വലിച്ചെടുക്കുക, ചെയ്യരുത്. കടിയേറ്റ ഭാഗത്തിന് മുകളിൽ മുറുക്കി കെട്ടുക, ചെയ്യരുത്. ഓക്കെ. അടുത്ത് മുറുക്കി കെട്ടുക എന്ന് വെച്ചാൽ മുറുക്കി കെട്ടുക അല്ല, കെട്ടാം കേട്ടോ. അതായത് വലിയ ബലം കൊടുക്കാതെ അയവുള്ള രീതിയിൽ കെട്ടണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കെട്ടണം. അതൊക്കെ നിങ്ങൾ വായിച്ചു കാണും. കടിയേറ്റ ഭാഗത്ത് ഐസ് വെക്കുക അല്ല. രോഗിയെ ശാന്തനായി കടിയേറ്റ കൈ കാൽ അനക്കാതെ വെച്ച് ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. രോഗിയെ ശാന്തനാക്കി കടിയേറ്റ കൈ കാല് അനക്കാതെ വെച്ച് ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. നമ്മള് ഇപ്പോഴൊന്നുമല്ല, കുറച്ചു നേരം മുമ്പ് നമ്മളെ നാട്ടിലൊരു മാമന പാമ്പ് കടിച്ച്. അപ്പൊ ഇയാളെ കൊണ്ട് ആശുപത്രി പോണ സമയത്ത് അത് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി. വണ്ടി വിളിച്ചു. അപ്പൊ ആദ്യ വഴിക്ക് തന്നെ ആംബുലൻസ് ആംബുലൻസ് എല്ലാം ഉണ്ടായിരുന്നു. വണ്ടി അതായത് 108 വിളിക്കുന്നു. 108 വിളിച്ചതിന് ശേഷം ആളെ നാട്ടിൽ നിന്നൊരു വണ്ടിയിൽ തന്നെ കടിയേറ്റെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആളുടെ മോളും ഭാര്യയും പിന്നെ അവിടെയുള്ള 1-2 ആൾക്കാർ ചേർന്ന് വണ്ടിയിൽ കൊണ്ടുപോയി. ആള് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറയണതൊക്കെ ഇനി കോമഡി ആയിട്ട് തോന്നും. ഓക്കെ, മനസ്സിലായില്ലേ? ഈ മോള് ഭാര്യ രണ്ടുപേരും കൂടെ വണ്ടി കിടന്ന് നിലവിളി. ആൾക്ക് ബോധമൊക്കെ ഉണ്ടായിരുന്നു. ആൾക്ക് ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ടാണ്. അപ്പൊ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചത് കോമഡി ആയപ്പോൾ പറഞ്ഞതാണ്, ഇയാൾ കിടന്നിട്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, നിങ്ങൾ വിളിക്കുന്നതാകുമ്പോൾ എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞു. ഇവര് നിർത്തല്ല. മനസ്സിലായില്ലേ? അച്ഛാ പോവല്ലേ അച്ഛാ, ഈ പെങ്കൊച്ചു വിളി നമ്മളിപ്പോ കോമഡി ആയിട്ട് പറയണമെങ്കിലും കേട്ടാ അവരെ അവസ്ഥയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരെ നമ്മൾ പാനിക് ആക്കാനേ പാടില്ല. മനസ്സിലായ? അവരെ നമ്മൾ ഒരിക്കലും രോഗി, അതായത് പാമ്പ് കടിയേറ്റ രോഗിയെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പാനിക് ആക്കാനേ പാടില്ല. ഓക്കെ, അയാളെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ടെൻഷൻ ആയി കഴിഞ്ഞാൽ അയാൾ കൂടുതൽ ടെൻഷൻ ആവും. ഓക്കെ. കടിയേറ്റ ഭാഗം അനക്കാതെ വെച്ച് വേണം ഉടൻ ആശുപത്രിയിൽ എത്തിക്കേണ്ടത്, അല്ലേ? ഓക്കെ. അടുത്ത്, മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ ശുപാർശ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷ എന്താണ്? മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയാണ്. ഒന്ന് ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ് പിള്ളേരെ, ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്തേ. മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ ശുപാർശ ചെയ്യുന്ന പ്രാഥമിക ശുശ്രൂഷ മുന്നോട്ട് കുനിഞ്ഞ് മൂക്കിന്റെ മൃദുവായ ഭാഗം 10-15 മിനിറ്റ് പിടിച്ചമർത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത്, സംസാരിക്കാനോ ചുമയ്ക്കാനോ കഴിയാത്ത ശ്വാസതടസ്സമുള്ള ബോധമുള്ള മുതിർന്ന വ്യക്തി കാണിക്കാൻ സാധ്യതയുള്ള സാർവത്രിക ലക്ഷണം, യൂണിവേഴ്സൽ സിംറ്റം ഒരെണ്ണമുണ്ട്. ഏതാണ് കുട്ടികളെ? അതായത് ചോക്കിംഗ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തി ചെയ്യാൻ സാധ്യതയുള്ള, ലോകത്ത് എവിടെയുള്ള വ്യക്തി, അതാണ് സാർവത്രിക ലക്ഷണം. ലോകത്ത് എവിടെയുള്ള വ്യക്തിയായാലും അയാൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനമാണ് 1-2 കൈകൾ കൊണ്ട് തൊണ്ടയിൽ പിടിക്കുക. നമ്മൾ ഇങ്ങനെ പിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കും. നമ്മൾ ശ്വാസതടസ്സം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് യൂണിവേഴ്സലി ഉള്ള ഒരു സിംറ്റമാണ്, സാർവത്രിക ലക്ഷണമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അത് ഓർത്ത് വെച്ചോണം. ഓപ്ഷനെ കാണുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, ഉറക്കെ ചുമയ്ക്കൂ, അതെന്താണ്? എല്ലാവരും ചുമയ്ക്കണമെന്നില്ല. ചില ആൾക്കാർ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ പിടിക്കും, അല്ലെങ്കിൽ 2 കൈ കൊണ്ട് ഇങ്ങനെയും പിടിക്കും. ഓക്കെ അല്ലേ? അടുത്ത്, എല്ല് തൊലി പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ടുള്ള തുറന്ന ഒടിവിന് ചെയ്യേണ്ട ശരിയായ പ്രഥമ ശുശ്രൂഷ ഏത്? ചെയ്തേടാ, അറ്റൻഡ് ചെയ്ത് വായിച്ചാൽ കിട്ടും. അത് ശരിയാണ്. നമുക്ക് ഫസ്റ്റ് എയ്ഡിൻ്റെത്, പിന്നെ ട്രാഫിക് റൂൾസ്, റോഡ് മുറിച്ച് കിടക്കാൻ പോലും പല സ്കൂളുകളിലും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അത് വളരെ ഒരു മോശപ്പെട്ട സിസ്റ്റമാണ്. അത് പറഞ്ഞതിനോട് യോജിക്കുന്നു. ഓക്കെ. എന്തിനു വേണം സെക്സ് എഡ്യൂക്കേഷൻ പോലും കൊടുക്കണില്ല. മനസ്സിലായില്ലേ? സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണില്ല, ലഹരി ബോധവൽക്കരണം കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കുറെ കുഴപ്പങ്ങളുണ്ട് നമ്മുടെ ഈ നാടിന്. ഓക്കെ, ലഹരി ഉപയോഗിക്കുന്നത് കുറ്റകൃത്യമാണെന്ന് മാത്രമല്ല പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ലഹരി ഉപയോഗിക്കുന്നതിന് നമ്മുടെ വാഴ സിനിമയിൽ അൽഫോൺസ് പുത്രൻ അവരുടെ ക്യാരക്ടേഴ്സിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത്, നിങ്ങൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും, നിങ്ങളുടെ ശരിയായ ലൈഫ് നശിച്ചു പോവും. മനസ്സിലായില്ലേ? ഇത് പല കുട്ടികൾക്കും ലഹരി ഉപയോഗിക്കുന്നത് കുറ്റകൃത്യമാണെന്ന് മാത്രം അറിയാം. എന്തുകൊണ്ട് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഇന്നും പല കുട്ടികൾക്ക് അറിയത്തില്ല. മനസ്സിലായ?
അവർ കൃത്യമായിട്ട് അതിനുള്ള ബോധവൽക്കരണം കൊടുക്കണം. ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മളെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്, അത് നമ്മുടെ ഭാവി ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, മനസ്സിലായില്ലേ, നമ്മുടെ സോഷ്യൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും അത് എത്രത്തോളം ബാധിക്കും, അതൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ കുറെ ആൾക്കാരൊക്കെ അതിൽ നിന്ന് ഒഴിവായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ. എല്ല് തൊലി പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ടുള്ള തുറന്ന ഒടിവിനെ ചെയ്യേണ്ട ശരിയായ പ്രഥമ ശുശ്രൂഷ എന്നാണ് ചോദ്യം. ഏതാ പിള്ളേരെ ചെയ്യേണ്ടേ? കമന്റ് ചെയ്തേ. നമ്മൾ എന്ത് ചെയ്യണം? പുറത്തു വന്ന എല്ല് തൊലിക്കടിയിലോട്ട് തള്ളിക്കയറ്റണം. വേണോടെ? പുറത്തു വന്ന എല്ല് ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഓക്കെ. പുറത്തു വന്ന എല്ലിന് മുകളിലൂടെ മുറുക്കി ബാൻഡേഡ് ഇടുക. ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഫുള്ള് കോമഡിയാണ് അല്ലേ? നോക്കിയാണ്. തൊലിക്കടിയിലോട്ട് തള്ളിക്കയറ്റുക, ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് എല്ല് കഴുകുക, പുറത്തു വന്ന എല്ലിന് മുകളിലൂടെ മുറുക്കി ബാൻഡേഡ് എന്ന് എല്ലിന് തൊപ്പി വെച്ച് കൊടുക്കുന്നതാ. ഇത് മുറിവ് അണുമുക്തമാക്കാത്ത തുണി കൊണ്ട് മൂടി എല്ലിൽ അമർത്താതെ കൈ കാൽ സ്പ്ലിന്റ് ചെയ്യുക. ഓക്കെ, ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലോജിക്കലി നമുക്ക് ഉത്തരവെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, നട്ടെല്ലിന് പരിക്ക് സംശയിക്കുന്ന വ്യക്തിയെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ത്? ഉത്തരം കമന്റ് ചെയ്തേ. എല്ല് കറി വെക്ക്. എനിക്കതാണ് തോന്നുന്നത്, മറ്റേ ഓപ്ഷൻ ബി കണ്ടപ്പോഴേ പുറത്തുനിന്ന് എല്ല് ശുദ്ധമായ വെള്ളം കൊണ്ട് കഴുകി കുറച്ച് മറ്റേ ഇത് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി, അടുത്ത് ഇനി അങ്ങനെയൊക്കെ എഴുതി തരാൻ പോണത്. പിള്ളേരെ, നട്ടലിന് പരിക്ക് സംശയിക്കുന്ന വ്യക്തിയെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം ഏതെന്നാൽ തല, കഴുത്ത്, നട്ടല് എന്നിവ നേരെയാക്കി നിർത്തുക. ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ മാത്രം അനക്കുക. ഓക്കെ അല്ലേ? തല, കഴുത്ത്, നട്ടല് എന്നിവ നേരെയാക്കി നിർത്തുക. ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? അനക്കുക. കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത, അപസ്മാരം വന്ന വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷയിൽ ശരിയായത് ഏതാണ്? അപസ്മാരം വന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷ കമന്റ് ചെയ്തേ. അപസ്മാരം വന്ന വ്യക്തിക്ക് നമ്മൾ എന്ത് കൊടുക്കണം? അപസ്മാരം വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ലാത്തതാണ് താക്കോൽ കൂട്ടം കൈ കൊടുക്കുക. പണ്ട് തൊട്ടേ ഉള്ള ഒരു ഫസ്റ്റ് എയ്ഡാണ്. താക്കോലൊക്കെ എടുത്തോണ്ട് അമ്മാവന്മാരും അമ്മായിമാരൊക്കെ പറന്നാണ് വരുന്നത്, കൊടുന്ന് പറഞ്ഞിട്ട്. അത് ചെയ്യാൻ പാടില്ല. ശക്തിയായി പിടിച്ചു നിർത്തുക. അപസ്മാരം വന്നു കഴിഞ്ഞാൽ ആള് ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അപസ്മാരം വന്ന ആൾക്കാരെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, അവർക്ക് ഭയങ്കര പവറാണ്, ഭയങ്കര ശക്തിയാണ്. ഭയങ്കര ശക്തി എന്ന് വെച്ചാൽ നമ്മളൊരു അയാൾ നോർമലി ഉള്ളതിനേക്കാളും ഫോഴ്സ് അയാൾ എന്ത് ചെയ്യും? പ്രയോഗിക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അയാൾക്ക് നമ്മൾ ഓപ്പോസിറ്റ് ബലം കൊടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ശക്തമായി പിടിച്ചെടുത്താൻ പാടില്ല. പരുക്കുകൾ ഒഴിവാക്കാൻ ചുറ്റുപാടുകൾ സുരക്ഷിതമാക്കുക. ഈ ആള് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷേക്കൊക്കെ ചെയ്ത് വീഴാനും തട്ടാനും ഇടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ആ പരുക്കൾ ഒഴിവാക്കാനായിട്ട് ചുറ്റുപാടുകൾ സുരക്ഷിതമാക്കുക എന്നത് ശരിയാണ് കേട്ടോ. ഓക്കെ. നമ്മളെ ബ്രെയിനിലുണ്ടാവുന്ന നമ്മുടെ ഇറഗുലർ ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ട്, നമ്മുടെ ഈ ബ്രെയിനിൽ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപസ്മാരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ പിള്ളേരെ? അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2025-ലും 2026-ലുമായി PSC ചോദിച്ച 60 സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളിപ്പോൾ ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതിൻ്റെ ഒരു ലെവൽ എങ്ങനെയാണെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് 20-ന് 20 ശരിയാക്കാൻ പറ്റണമെന്നില്ല. എന്നാലും നിങ്ങൾക്ക് വായിച്ചൊക്കെ അത്യാവശ്യം ശ്രദ്ധിച്ചൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 15 to 18 മാർക്കൊക്കെ നിങ്ങൾക്ക് നാളെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? പിന്നെ തീരെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കുട്ടികളെ കേട്ടോ. അത് ആർക്കും കിട്ടത്തില്ല. 20-20 നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണ്ട കേട്ടോ. ഏതൊക്കെ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ 20-20 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നാലും 15 മുതൽ 18-20 മാർക്ക് വരെ, 18-19 മാർക്ക് വരെയൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ നാളെ. അപ്പൊ നന്നായിട്ട് കോൺഫിഡൻസോടെ പോയി പരീക്ഷ എഴുതുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വായിച്ച്, അതായത് ഒരു ക്വസ്റ്റ്യൻ പോലും, നാളത്തെ ഒരു ക്വസ്റ്റ്യനും ഓപ്ഷനും പോലും നിങ്ങൾ വായിക്കാതിരിക്കൂല എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് അറിയോ ഇല്ലേ? ചോദ്യം വായിച്ചിരിക്കണം, ഓപ്ഷനും വായിച്ചിരിക്കണം. മനസ്സിലായ? അറിയോ ഇല്ലേ നിങ്ങൾക്ക് അതൊന്നും നോക്കണം. ചോദ്യം വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞുകൂടിയിരിക്കും. എന്നാലും ചോദ്യം ഫുള്ള് വായിക്കണം, ഓപ്ഷൻ ഫുള്ള് വായിക്കണം. ഓക്കെ അല്ലേ? 1.5 മണിക്കൂർ സമയമുണ്ട്. നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞ് ബാക്കി സമയം കിട്ടും. അതുകൊണ്ട് ശ്രദ്ധയോടെ പരീക്ഷ അറ്റൻഡ് ചെയ്യുക, നല്ല കോൺഫിഡൻസോടെ അറ്റൻഡ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല ഒരു എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നമുക്ക് നാളെ എക്സാമിന് ശേഷം കാണാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. നന്നായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.